ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യാരോഗ്യമുണ്ട്. ഞാൻ ദീർഘായുസോടെ ഇരുന്ന് കർത്താവിൻ്റെ പ്രവർത്തികളെ വർണ്ണിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തിയില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പൊ ടോമസ് സർ വേഗത്തിൽ ചുരുക്കം വകൽ പെട്ടെന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചു. ഞാൻ ആ കാര്യം വിട്ടുപോയി. ഒന്ന് വേഗത്തിൽ പ്രാർത്ഥിച്ചു. സ്വർഗത്തിലെ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇന്ന് വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ശക്തീകരിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ വചനത്തിലും പ്രാർത്ഥനയിലും ഇന്ന് കേൾക്കുവാനും കൂടി വരുവാനും സ്വർഗത്തിലെ ദൈവം നമ്മളെ ഓരോരുത്തരെയും ശക്തീകരിക്കുന്നല്ലോ. ഇന്നും കർത്താവ് ശക്തീകരിക്കുവാൻ ദൈവം ശക്തനാണ്. നമുക്ക് ദൈവസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ, ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ. നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എന്ന യേശുവിൻ്റെ നാമത്തിൽ. ടോംസ് വരെ ഓഡിയോ ബ്രേക്ക് ആകുന്നുണ്ട്, സൗണ്ട് ക്ലിയർ ആകുന്നില്ല. എങ്കിലും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്കൊന്ന് യാത്രയിലാന്ന് തോന്നുന്നു. കർത്താവ് സകലത്തിലും നമ്മളെ സൂക്ഷിക്കുന്നല്ലോ, സകലത്തിലും ദൈവം നമ്മളെ സഹായിക്കുന്നല്ലോ. വലിയ കൃപകളാൽ ദൈവം നിറയ്ക്കുന്നതിന് നന്ദി പറയുന്നു. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നതിന് നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ വചനം കേൾക്കാം. തുടർമാനമായി നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ടുവരുന്നു. ഇന്നലെ കേട്ട വചന ചിന്ത ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ. ഹൃദയത്തിൽ വിശ്വസിച്ച് വചനം പറയണം. ഓർത്ത് വെച്ചതാണ് ക്രൂശിന്റെ വചനം. നശിക്കുന്നവർക്ക് ഭോഷത്വവും. ആമേ. നമ്മൾ കേട്ടതുപോലെ തന്നെ ക്രൂശിന്റെ വചനം നശിക്കുന്നവർക്ക് ഭോഷത്വം, രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവത്തിന്റെ ശക്തിയാകുന്നെന്ന് കേൾക്കാൻ ഇടയായി തീർന്നു. നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ നിന്ന് മുന്നോട്ട് പോകാം. സ്വർഗത്തിലെ ദൈവം എല്ലാ കാര്യങ്ങളെയും അനുഗ്രഹമാക്കി മാറ്റുന്നല്ലോ. കർത്താവിൽ നമ്മൾ ദൈവവചനത്തിലൂടെ നമ്മൾ കേൾക്കാൻ ഇടയായി തീർന്ന കാൽവരി ക്രൂശിൽ കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ച യാതനകളെ, അല്ലേ, കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ച വേദനകൾ, നിന്ന പരിഹാസങ്ങളെ പറ്റിയൊക്കെ നമ്മൾ കേട്ട് ക്രൂശിന്റെ വചനം ലോകപ്രകാരം, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നിന്ദിക്കപ്പെടേണ്ടവരല്ല, മാനിക്കപ്പെടേണ്ടവരാണ്. എവിടെ ചെന്നാലും ദൈവികമായ ഒരു മാന്യത നമ്മുടെ മേലുണ്ട്. ഞാൻ വേഗത്തിൽ വചനത്തിലേക്ക് പോവുകയാണ്. അതിനുശേഷം പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ വചനത്തിൽ തുടർച്ചയായിട്ട് നമ്മൾ കേട്ടു വരികയാണ്. അവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് പത്രോസ്ലീഹായുടെ ലേഖനത്തിൻ്റെ അകത്തു നിന്നാണ് നമ്മളിന്ന് കേൾക്കാൻ വേണ്ടി പോകുന്നത്. അവിടെ ഇങ്ങനെയാണ് 1-ാം അധ്യായത്തിൻ്റെ പത്രോസ്ലീഹായുടെ 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്: വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നിങ്ങളുടെ നടപ്പിൽ നിന്നും നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നല്ലോ. നോക്കി, ഇവിടെ വചനം പറയുന്നത്, നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിച്ച് നോക്കിയേ. ഇവിടെ ഈ ദിവസങ്ങളിൽ നിങ്ങൾ തിരിച്ചറിഞ്ഞോണം. നമ്മൾ പല ആൾക്കാരുടെ ഉള്ളത്തിൽ നിങ്ങൾ തിരിച്ചറിഞ്ഞു, നിങ്ങൾ യേശുവിലേക്ക് വരിക എന്നുള്ളത്. ഒത്തിരി ആൾക്കാർ ചില സമയങ്ങളിൽ വചനം കേട്ട് ചിലർക്ക് തിരിച്ചറിവ് ഉണ്ടാകാറുണ്ട്. ചിലർ പിണങ്ങി പോകാറുണ്ട്. ഒട്ടുമുക്കാലും ആളുകൾ പിണങ്ങി പോകാറുണ്ട്. കാരണം ഞാൻ ഇവിടെ എപ്പോഴും പറയുന്നുണ്ട്, ചിലർ പറയും, ബ്രദറെ, ഞങ്ങൾ പഠിച്ചത് ഇങ്ങനെയല്ല, ഞങ്ങൾ വർഷങ്ങളായി പഠിച്ചു വന്നത് ഇങ്ങനെയല്ല, ഞങ്ങളുടെ പിതാക്കന്മാർ മുതലേ പഠിച്ചു വന്നത് ഇങ്ങനെയല്ല. അപ്പം എന്നും പറഞ്ഞു പോകുന്ന ആൾക്കാരുണ്ട്. അപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുക. എപ്പോഴും ബൈബിൾ എടുത്തു വെച്ചിട്ട്, അത് ഏത് ബൈബിളാണെങ്കിലും, നിങ്ങളിരിക്കുന്ന സത്യവേദ പുസ്തകമായിക്കോട്ടെ, POC ആയിക്കോട്ടെ, ഏത് ബൈബിളാണെങ്കിലും നിങ്ങൾ ആ ബൈബിൾ എടുത്ത് വെച്ചിട്ട് വേണം ഈ നിങ്ങളുടെ സംശയങ്ങളെ ക്രമീകരിക്കാൻ.
നമ്മൾ കേട്ടു പഠിച്ചതും കണ്ടു പഠിച്ചതുമല്ല എൻ്റെ വിശ്വാസം, ദൈവത്തിൻ്റെ വചനമാണ് എൻ്റെ വിശ്വാസം. എപ്പോഴും ഓർത്തോണേ. ഇവിടെ യഹൂദന്മാരോട് പത്രോസ്ലീഹ പറയുകയാണ്, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നിങ്ങളുടെ നടപ്പിൽ നിന്ന്. അപ്പോൾ വലിയൊരു പാരമ്പര്യം യഹൂദനുണ്ട്. ഇനി ആരെങ്കിലും പിണങ്ങിപ്പോകാൻ വേണ്ടി നിൽക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, നിങ്ങൾ പിണങ്ങിപ്പോയത് കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് നഷ്ടങ്ങൾ സംഭവിക്കുന്നില്ല. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ആരെയും കണ്ടുകൊണ്ടല്ല നമ്മൾ ഈ പ്രാർത്ഥന ക്രമീകരിച്ചിരിക്കുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ നിയോഗപ്രകാരമാണ്. അതുകൊണ്ട് കേൾക്കുക, നിങ്ങൾ സംശയത്താൽ പോയി കഴിഞ്ഞാൽ എപ്പോഴും ഓർത്തോണം, നിങ്ങൾ ക്ലിയർ ചെയ്തിട്ട് വേണം എപ്പോഴും പോകാൻ. പല ആൾക്കാരുണ്ട്, ക്ലിയർ ചെയ്തിട്ട് വേണം എപ്പോഴും നിങ്ങൾ പോകാൻ. വചനം നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന വ്യക്തിയാണെങ്കിൽ ഓടി വന്ന് കേൾക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഓരോ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്നത്, എങ്ങനെയാണ് അതിനെ ജയിക്കുവാൻ കഴിയുന്നത്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആമേൻ. എത്ര പേർക്ക് അനുഗ്രഹമാണ് വചന ധ്യാനങ്ങൾ, എത്ര പേർക്ക് ബ്ലെസ്സഡ് ആണത് കേൾക്കപ്പെടുന്ന വചന ധ്യാനങ്ങൾ. അപ്പൊ ഇവിടെ അപ്പോസ്തലൻ പത്രോസ്ലീഹ പറയുകയാണ്, യഹൂദന്മാരോട് എഴുതുന്നതായിട്ടാണ് ഇവിടെ കാണുന്നതെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഉള്ള ആലോചന തന്നെയാണ്. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നിങ്ങളുടെ നടപ്പിൽ നിന്നും നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾ കൊണ്ടല്ല. അവിടെ നിങ്ങൾ നോക്കിയേ. അപ്പൊ പൊന്ന്, വെള്ളി എന്നീ അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ എന്താ അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, പൊന്നിനെ കുറ്റമാണോ വെള്ളിക്ക് കുറ്റമാണെന്നുള്ളതല്ല. ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ, നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ പൈസയ്ക്ക് വേണ്ടി ആൾക്കാർ ഓടുവല്ലേ, പൈസയ്ക്ക് പൈസ തന്നെ വേണം, പൈസയ്ക്ക് വിലയില്ലെന്നുള്ള കാര്യമൊന്നുമില്ല. 100 രൂപയാണെങ്കിലും 1000 രൂപയാണെങ്കിലും ലക്ഷങ്ങളാണെങ്കിലും കോടികളാണെങ്കിലും പൈസയ്ക്ക് പൈസ തന്നെ വേണം, അല്ലേ? അപ്പൊ അന്നത്തെ കാലഘട്ടത്തിൽ കറൻസി ഇല്ല, പകരം ഗോൾഡ് ആണ് യൂസ് ചെയ്യുന്നത്. സ്വർണവും വെള്ളിയുമാണ് ഉപയോഗിച്ചു. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും രാജ്യത്തും ഒക്കെ അങ്ങനെ ആയിരുന്നില്ല, കോയിൻസ്, സ്വർണ്ണ നാണയങ്ങളായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് പത്രോസ്ലീഹ പറഞ്ഞത്, പൊന്നോ വെള്ളിയോ എനിക്കില്ല. അതിൻ്റെ അർത്ഥം സ്വർണത്തെ അവിടെ എടുത്ത് കാണിക്കുകയല്ല. അന്നത്തെ കാലഘട്ടത്തിൽ ക്രയവിക്രയം, കറൻസികളായിരുന്നു ഗോൾഡും വെള്ളിയൊക്കെ. അപ്പൊ പത്രോസ് പറയുകയാണ്, വിലപിടിപ്പുള്ളതായിട്ട് കാര്യം പറയുകയാണ്, നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പാരമ്പര്യത്തിൽ നിന്നല്ല, നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പിതൃപാരമ്പര്യം, നിങ്ങളുടെ മുമ്പിൽ നടപ്പിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നുകൊണ്ടും വെള്ളി കൊണ്ടും. അതിനർത്ഥം അന്നത്തെ കാലത്ത് ഏറ്റവും വിലപിടിപ്പുള്ളതാ പൊന്നും വെള്ളിയും. അപ്പൊ പൊന്ന്, വെള്ളി എന്നീ മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തു എന്ന് പറഞ്ഞാൽ ലോകത്തിലെല്ലാം നശിക്കുമെന്ന് അതിന്റെ അർത്ഥം. ഭൂമിയിൽ നിന്ന് എന്ത് കൊണ്ടുവന്നാലും ഇതെല്ലാം നശിക്കും, അല്ലേ? ഇതൊന്നും ശേഖരിക്കാൻ പറ്റുന്നതല്ല. ബൈബിൾ പറയുന്നത് ഇതെല്ലാം തീക്കിരയായി പോകും, ഇതെല്ലാം നശിച്ചു പോകും, ഇതെല്ലാം അഴിഞ്ഞു പോകുന്ന വസ്തുക്കളാണ്, അല്ലേ? ഇതെല്ലാം നശിക്കുന്നത്. ഭൂമിയിൽ എന്തു ആയിക്കോട്ടെ, ഭൂമിയിൽ ഒന്നും നിലനിൽക്കുന്നതല്ല. ബൈബിൾ പറയുന്നു എല്ലാം മായയാണ്. മായ എന്ന് പറഞ്ഞാൽ നിലനിൽക്കുന്നതല്ല, താൽക്കാലികമാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നത്, നിങ്ങളെ വില കൊടുത്ത് മേടിച്ചിരിക്കുന്നത് പൊന്ന്, വെള്ളി എന്നീ മുതലായ വസ്തുക്കൾ കൊണ്ടല്ല. അതിൻ്റെ അർത്ഥം സ്വർണം വേണ്ടെന്നോ വെള്ളി വേണ്ടെന്നോ അല്ല. അതിൻ്റെ അർത്ഥം അന്നത്തെ കാലഘട്ടത്തിൽ വിലപിടിപ്പുള്ളത് കറൻസി എന്ന് പറയുന്നത് പകരം വെള്ളി പൊന്നുമാണ്. എന്നിട്ട് പറയുന്നു, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് യേശുവിന്റെ രക്തമെന്ന് അവിടെ എടുത്തു പറയാൻ കാരണം? ഞാൻ പറഞ്ഞല്ലോ, യഹൂദന്മാർക്ക് ഇത് കറക്റ്റായിട്ട് മനസ്സിലാവും. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശുക്രിസ്തുവിന്റെ രക്തം ചൊരിയുമ്പോൾ അവിടെ യാഗമായി, നമ്മുടെ പാപത്തിന്റെ ശമ്പളമായ യാഗമൃഗമായി യേശുക്രിസ്തു അവിടെ മുറിവേറ്റ് കർത്താവിന്റെ രക്തം കൊടുത്ത് എന്ത് ചെയ്തു? ദൈവത്തിന് പ്രസാദമുള്ള യാഗമാക്കി മാറ്റിയിരിക്കുന്നു. അപ്പൊ എന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. നോക്കിക്കേ, അപ്പൊ എന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം, ഇനി ഒരു പാപത്തിനോ ഒരു ശാപത്തിനോ ഇനി എൻ്റെ മേൽ അനുവാദമില്ല. അപ്പൊ നിങ്ങളെ എവിടുന്ന് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു? ആദ്യം മനസ്സിലാക്കണം, ദൈവം എന്നെ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും നിത്യനരകത്തിൽ നിന്നും നിത്യനാശത്തിൽ നിന്നും നിത്യരോഗത്തിൽ നിന്നും നിത്യദാരിദ്ര്യത്തിൽ നിന്നും അസമാധാനക്കേടിൽ നിന്നും, ഇതെല്ലാം ഞാൻ ആകെ തുകയാ പറയുന്നത് കേട്ടോ, ഇത് ചേർത്തങ്ങ് പറയുക, ഇതിൽ നിന്നും എല്ലാം എന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. അപ്പൊ വിലയേറിയ രക്തത്താൽ എന്നെ വിലയ്ക്ക് വാങ്ങി. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയുന്നു, അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ മുന്നറിഞ്ഞവരും ഈ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് നിമിത്തം അന്ത്യകാലത്ത് വെളിപ്പെടുവാനിരിക്കുന്നത് തന്നെ. ആമേൻ. അപ്പൊ ഇവിടെയാണ്
നിങ്ങൾ പ്രത്യേകിച്ച് പത്രോസ്ലീഹായുടെ ഒക്കെ ലേഖനം വായിക്കുന്ന സമയത്ത് ഒത്തിരി ആൾക്കാർ പറയും, ബ്രദറെ ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ അപ്പോസ്തലനായ പത്രോസ്ലീഹ തുടങ്ങുന്നത് തന്നെ ഇങ്ങനെ പറഞ്ഞേക്കുന്നത്. നിങ്ങൾ ആ വാക്യം താഴോട്ട് വരുമ്പോൾ അറിയാൻ പറ്റും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്തോത്രം ചെയ്യുന്നു പറഞ്ഞ് താഴേക്ക് വന്നിട്ട് പറയുകയാണ്, അന്ത്യകാലത്ത് ഒരുക്കിയിരിക്കുന്ന രക്ഷയും വിശ്വാസത്താലുള്ള ദൈവശക്തിയിൽ കാക്കപ്പെടുവാൻ നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതും അവകാശത്തിനായി തന്നെ നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. എന്നിട്ടുണ്ട് അതിൽ നിങ്ങളിപ്പോൾ അല്പനേരത്തേക്കുള്ള നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുക. അടുത്ത വാക്യം പറയുന്നു, അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസം പരിശോധന വിലയേറിയതും എന്ന് ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിലും പുകഴ്ചയ്ക്കും തേജസ്സിനും മാനവും കാണുവാൻ ഇടവരും. ഞാൻ ആദ്യം ഈ വാക്യം എടുത്തപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു, പെട്ടെന്ന് എൻ്റെ ബുദ്ധി പറഞ്ഞു, ഈ വാക്യം എടുക്കേണ്ട ആൾക്കാർക്കൊന്നും മനസ്സിലാകത്തില്ല. അപ്പം ഞാൻ ചിന്തിച്ചു, കർത്താവേ, എൻ്റെ ബുദ്ധിയിൽ ഞാൻ പറഞ്ഞു, ഇന്ന് വേണ്ട, ഇന്ന് വേറെ എന്തെങ്കിലും വാക്യത്തിലേക്ക് പോകാം. ഞാൻ രാവിലെ ഈ വചനം ധ്യാനിച്ചു. പക്ഷെ എൻ്റെ ഉള്ളത്തിൽ വീണ്ടും കർത്താവ് പറഞ്ഞു, ഈ വചനം പ്രസംഗിക്കണം, നിങ്ങളുടെ ഉള്ളത്തെ കർത്താവ് ഇന്ന് തുറക്കും. അപ്പൊ നിങ്ങൾ ഈ പത്രോസ്ലീഹയുടെ ലേഖനമൊക്കെ വായിക്കുന്ന സമയത്ത് ഇവിടെ കാണാൻ പറ്റും, ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്ത അവകാശത്തിനായി നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ആമേൻ. അപ്പൊ നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അത് നമുക്ക് പല പ്രാവശ്യം നമ്മൾ വീണ്ടും ജനനത്തിന്റെ ക്ലാസ് കേട്ടവർക്ക് അറിയാം. യേശു ക്രിസ്തുവിനെ കർത്താവൻ രക്ഷിതാവ് ഇത് പറയുമ്പോഴാണ് മിക്ക ആൾക്കാർക്കും പ്രാർത്ഥനയെ നിട്ടേച്ചു പോകുന്നത്. ബ്രദർ, എന്നെ നോക്കി ഒന്ന് പ്രവചിക്കാൻ പറഞ്ഞ എല്ലാവർക്കും സന്തോഷമാണ്. പക്ഷെ രക്ഷിക്കപ്പെടുക, കർത്താവിനോട് ചേരുക, വിശ്വാസ സ്നാനമേൽക്കുക, നിത്യജീവനെ അവകാശമാക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒരു ഇഷ്ടക്കേടാണ്. എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുന്നത്, പിശാശ്, ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ, പിശാശിനെ നിങ്ങളെ തൊടാതിരിക്കണമെങ്കിൽ നിങ്ങൾ യേശുവിൻ്റെ രക്തത്താൽ കഴുകി ദൈവത്തിൻ്റെ ഉള്ളം കരത്തിലേക്ക് കയറുന്നവ, ഇതാണ് രക്ഷിക്കപ്പെടുക എന്ന് പറയുക. അല്ല, എന്താ കുഴപ്പമെന്നറിയാവോ? ഇന്ന് ചിലപ്പോൾ ഒരു പ്രവചനം കിട്ടി, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നമ്മൾ ഈ സൂമിൽ കാണുന്ന 500 അല്ലെങ്കിൽ ലൈവിൽ കാണുന്ന ആയിരക്കണക്കിന് ആൾക്കാരെ ഇപ്പം കാണുന്ന ലൈവിനേക്കാൾ ഏകദേശം ദൈവകൃപയാൽ 2012 മുതൽ ഞാൻ സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങിയതാണ്. 2012 മുതൽ ഒത്തിരി ആളുകളെ ഞാൻ ഇതിനിടയിൽ കണ്ടു. പല ആളുകളും വന്ന് ഹായ് ബായ് പറഞ്ഞു പോയവരെ എനിക്കറിയാം, പ്രാർത്ഥനയിൽ നിന്നവരെ എനിക്കറിയാം. പല ആൾക്കാരും എന്താ പറയുന്നത്, ഈ സത്യസുവിശേഷം പറയുമ്പോൾ പെറുപെറുത്ത് പോയവരെ എനിക്കറിയാം. ഒരു കാര്യം ഞാൻ നിങ്ങളോട് എപ്പോഴും ഞാൻ പറയാം, നിങ്ങൾ ദൈവത്തിൻ്റെ കരത്തിലേക്ക് കയറുക തന്നെ വേണം രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ. പിന്നെ നിങ്ങളെ ഒരു പിശാചിനും തൊടാൻ കഴിയത്തില്ല. ഇവിടെ നോക്കിയേ, നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പത്രോസ്ലീഹ പറയണം, അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്കുള്ള നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും. അപ്പൊ ഇതെല്ലാം നോക്കിയാണ് അടുത്ത വാക്യത്തിൽ പറയാണ്, അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന ചെയ്യുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത്. അപ്പൊ വീണ്ടും പൊന്നു വന്നല്ലോ അവിടെ. എന്താണ് ഈ പൊന്നെന്ന് പറഞ്ഞത്? പൊന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള കറൻസിയാണ് പൊന്ന്. ഇത് അവരോട് പ്രസംഗിക്കുമ്പോൾ പത്രോസ്ലീഹ പറയും, ഇപ്പം നമ്മൾ പറയത്തില്ലേ കാശിന് കാശ് വേണ്ടെന്ന് പറയുന്ന പോലെ തന്നെ അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് എന്ത് കിട്ടുകയാണ്? പൊന്നിനേക്കാൾ. നമുക്കറിയാം, പൊന്നിങ്ങനെ തീക്കാത്തിട്ട് അതിനെ എന്ത് ചെയ്യുക, അതിങ്ങനെ ഉരുക്കി ഉരുക്കി എടുക്കുക പല രീതിയിലേക്കല്ലേ. അതേപോലെ നമ്മുടെ നാനാ പരീക്ഷകളിൽ വരുമ്പോൾ, എന്താണ് ഈ നാനാ പരീക്ഷ എന്ന് പറഞ്ഞാൽ, യേശു ക്രിസ്തുവിനെ അറിയുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ചോദ്യങ്ങൾ വരുമല്ലേ. നിങ്ങൾ കർത്താവിൻ്റെ രക്ഷിതാവായി സ്വീകരിച്ചു കഴിയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പലപ്പോഴും കേട്ട് പഠിച്ചതുമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട് വിശ്വാസ ജീവിതം. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഞാൻ പെട്ടെന്ന് അങ്ങ് പറയുകയാണെ, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ആശുപത്രിയും നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ ബാങ്കും നിങ്ങളുടെ ജീവിതവും എല്ലാം യേശു ക്രിസ്തുവാ, മറന്നു പോകരുത്. അതാണ് രക്ഷകൻ എന്ന് പറഞ്ഞാൽ. ഇത് ഞാൻ ഡയറക്റ്റ് ആയിട്ട് അങ്ങ് പറയും. പലരും അത് പറയത്തില്ല, പേടിയാ. ഒരാവശ്യം വന്നാൽ എനിക്ക് യേശു അല്ലാതെ മറ്റൊരു മാർഗമില്ല, ദൈവം എന്നെ സഹായിക്കും. എനിക്ക് രോഗം വന്നാൽ യേശു പറഞ്ഞു, ഞാൻ നല്ല വൈദ്യനാണ്. കണ്ടോ, അതിന്റെ അർത്ഥം എന്തുവാ? ഐ എം എ ഗുഡ് ഫിസിഷ്യൻ എന്ന് പറഞ്ഞ നല്ല വൈദ്യൻ. അടുത്തത് യേശു പറഞ്ഞു, എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമാക്കിയും ഭൂമിയുടെ എട്ടത്തോളം കൈവശമാക്കി തരും. സദൃശവാക്യത്തിൽ പറഞ്ഞു, ഞാൻ നിനക്ക് വസ്തുക്കളെ അവകാശമാക്കി തരും. അപ്പൊ ഈ നിത്യജീവൻ ലഭിക്കുക എന്ന ഒരു വ്യക്തി, യേശുവിനെ കർത്താവായി സ്വീകരിച്ച് വീണ്ടും ജനിക്കുന്ന ഒരു വ്യക്തി നിത്യജീവൻ അവകാശമാക്കിയിരിക്കുന്നു. നിത്യജീവൻ അവകാശമാക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ വില കൊടുത്ത് യേശു വാങ്ങിയിരിക്കുന്നു. ഇതാണ് രക്ഷ. ആ രക്ഷയെ ഞാൻ മനസ്സിലാക്കിയതാണ് രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്. അപ്പൊ രക്ഷിക്കപ്പെട്ട് ജീവിക്കുന്ന നിങ്ങൾ
എങ്ങോട്ട് പോകാൻ വേണ്ടിയുള്ളവരാ? നിത്യജീവനിലേക്ക് പോകാൻ വേണ്ടിയുള്ളവരാ. നിത്യജീവൻ നോക്കിക്കോണേ. അപ്പൊ ഇതുകൊണ്ടാണ് പത്രോസ്ലീഹ പറഞ്ഞത്, അത് നിങ്ങളിപ്പോൾ അല്പനേരത്തേക്കുള്ള നാനാ പരീക്ഷകൾ നമുക്ക് വരാം. അപ്പൊ ഈ പരീക്ഷ കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നത് ഇയ്യോബിന്റെ ശോധനയായിരിക്കും അല്ലേ? കൈയും കാലും തല്ലുപിടിക്കുന്ന പിശാശ്, കുടുംബത്തിന്റെ അകത്ത് കുട്ടിച്ചോറാക്കാൻ നോക്കുന്ന പിശാശുക്കൾ, നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോഴേക്കും നമ്മളെ ഉന്തി തള്ളി ചവിട്ടിയിടാൻ നോക്കുന്ന പിശാശുക്കൾ, വീടും കുടുംബവും തലമുറയൊക്കെ മുടിപ്പിക്കാൻ നോക്കുന്ന പിശാശുക്കൾ. ഇതല്ല പരീക്ഷ. പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസ ജീവിതത്തിൽ, ഇവിടെ യഹൂദന്മാരോട് ഇത് പറയുന്നത് ആദ്യം പത്രോസ്ലീഹ, നിങ്ങൾക്ക് മുമ്പിലെ നടപ്പിൽ നിന്നും പിതൃപാരമ്പര്യത്തിൽ നിന്നും. അപ്പൊ വലിയൊരു കൺഫ്യൂഷന്റെ അകത്ത് അവരിയ്ക്കുക. അവർ യേശുവിലേക്ക് വന്നു, കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരുമെന്ന് അപ്പോസ്തലന്മാർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്ക് യഹൂദന്മാർ വന്നിട്ട് പറയുകയാണ്, ഇത് ശരിയാണോ? ഇപ്പോഴും നിങ്ങൾ ഇസ്രായേലിലൊക്കെ പ്രാർത്ഥിക്കണം, എനിക്ക് ഇസ്രായേലിലേക്ക് ഒന്ന് പോകണമെന്ന് ആഗ്രഹിക്കണം. ഓ ബ്രദറെ, ഇവിടെ വീടിന്റെ പുറത്ത് കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരം വരെ പോകാൻ വണ്ടിക്കൂലിയില്ല. അപ്പോഴാണോ വിശ്വാസം വിളിച്ചു പറ രാജ്യങ്ങളിൽ പോകുമെന്ന്? നടക്കും. ആമേൻ. ഞാൻ പോയില്ലേ, ദൈവം എന്നെ അയച്ചെങ്കിൽ നിങ്ങളെ ഉറപ്പായിട്ടും അയക്കും. ആമേൻ. എന്നെക്കാളും നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവരല്ല നിങ്ങൾ, അപ്പോൾ തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ അയക്കും. ആമേൻ. അപ്പൊ നിങ്ങൾ ഇപ്പോഴും ചെന്നിട്ട് അവരോട് പറഞ്ഞാൽ യേശുവാണ് മശിഹ എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളെ കല്ലെറിഞ്ഞ് ഓടിക്കും. അവർക്കിപ്പോഴും അംഗീകരിക്കത്തില്ല അവര്. അപ്പൊ യേശുവിലേക്ക് വന്ന യഹൂദനെ വീണ്ടും വീണ്ടും കൺഫ്യൂഷൻ അടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെയാണോ മശിഹ, ഇത് തന്നെയാണോ മശിഹ? അവരെ വീണ്ടും വീണ്ടും ഓരോ വചനത്തിലൂടെ അവർ കൺഫ്യൂഷൻ എടുക്കുക. നോക്കിക്കുക, അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ സുവിശേഷം അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്ന സമയത്ത് ഗമാലിൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വന്നിട്ട് പറയുന്നുണ്ട്, യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ സുവിശേഷവുമായിട്ട് പോയപ്പോഴേക്കും അവരെ ഒതുക്കാൻ വേണ്ടി നോക്കി. എന്നിട്ട് അവരെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, മേലാൽ യേശുവിന്റെ നാമം പ്രസംഗിക്കരുത്. ഉടനെ ഗമാലിൻ എന്ന് പറയുന്ന ഒരു വലിയ പണ്ഡിതനാ, പൗലോസ്ലീഹായുടെ ഗുരുവാ. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഇത് ദൈവത്താലെങ്കിൽ മാനുഷികമെങ്കിൽ തന്നെ പൊക്കോളും. ഒത്തിരി പേര് ഇതിലൂടെ വന്നതാണ്. മരുഭൂമിയിൽ അവസാനിച്ച ഒരാളെ പറ്റി അവിടെ പറയുന്നുണ്ട്. അടുത്ത വാക്യത്തിൽ പറയുന്നു, ഇത് മാനുഷികമെങ്കിൽ ഇവിടം കൊണ്ട് തീരും, പക്ഷെ ഇത് ദൈവത്താലെങ്കിൽ ഇതിനെ ആർക്കും ഒതുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു ചോദ്യം ഒരാൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ബൈബിൾ വായിക്കുന്ന ആളാണോ? യേശു എവിടുന്നാ വരുന്നത്? അവൻ ബെത്ലഹേമിൽ നിന്നല്ലേ വരുന്നത്? ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. കാര്യം യേശു നസ്രത്ത് നിന്ന് വന്നെന്നാണ് അവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. നസ്രേനാ യേശു എന്ന് പറയുന്ന അർത്ഥം അതാ. ആമേൻ. അപ്പൊ ഇങ്ങനെ കുറെ കൺഫ്യൂഷനുകൾ ആ കാലഘട്ടത്തിൽ രക്ഷയിലേക്ക് വന്ന ആൾക്കാരുടെ ഇടയിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് പോരാഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്കിപ്പോ സുഖമല്ലേ, നിങ്ങൾക്കിപ്പോ പ്രാർത്ഥനയ്ക്ക് വന്ന എല്ലാവർക്കും അല്ല, ചിലർക്ക് ഇപ്പൊ വീട്ടിൽ സ്വാതന്ത്ര്യം ഇല്ലാത്തവരുണ്ട്, ചിലർക്ക് കുഴപ്പമോ, ഞാൻ പ്രാർത്ഥനയ്ക്ക് പോവാന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമില്ലാത്ത. പക്ഷെ യഹൂദൻ അങ്ങനെയല്ല. യേശുവിന്റെ പുറകെ പോയ പിന്നെ വീട്ടിൽ കേട്ടത്തില്ല, കല്യാണത്തിന് വിളിക്കത്തില്ല, മരണത്തിന് വിളിക്കത്തില്ല, കണ്ടാൽ കാർക്കിച്ചു തുപ്പും. ആ കാലഘട്ടത്തിൽ എന്തൊരവസ്ഥയാന്ന് നോക്കിക്കേ. അവർ ഒരു ഫംഗ്ഷനും വിളിക്കത്തില്ല. അവരുടെ ചിന്തയിൽ അവൻ മരിച്ചവനായി എണ്ണിയിരിക്കുന്നു. എന്തൊരവസ്ഥയല്ലേ. അപ്പൊ ഇത്രയും വലിയൊരു പരീക്ഷയാണ് യഹൂദൻ ഉണ്ടായിരിക്കുന്നത്. ആലോചിച്ച് നോക്കിയേ. പിള്ളേരെ കൂട്ടത്തില്ല, അവർക്ക് പള്ളിയിൽ കയറാൻ പറ്റത്തില്ല, അവർക്ക് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചാൽ പിന്നെ യഹൂദ മതപ്രകാരം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അവർക്ക് ദൈവസന്നിധി. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പലയിടങ്ങളിൽ സുവിശേഷവുമായിട്ട് ചെന്നപ്പം അവർ പുറകെ നടന്ന് കല്ലെറിയാൻ നോക്കിയത്. അപ്പൊ ഇത്രയും വലിയ എതിർപ്പിന്റെ അകത്ത് നിൽക്കുമ്പോൾ അപ്പോസ്തലൻ പറയുകയാണ്, അല്പനേരത്തേക്കുള്ള നാനാ പരീക്ഷകൾ. ഇപ്പൊ നിങ്ങൾക്ക് ഇച്ചിരി ദുഃഖം വന്നാലും സന്തോഷിക്കാര്യം, അവർക്ക് കിട്ടാത്തത് നിനക്ക് കിട്ടിയിരിക്കുന്നു. അവർക്ക് ലഭിക്കാത്ത വലിയൊരു ജീവിതം നമുക്ക് ലഭിച്ചിരിക്കുന്നു. അതാണ് നിത്യജീവന്റെ മൊഴികൾ. പക്ഷേ നിത്യജീവൻ ലഭിച്ചൊരു വ്യക്തിയാണെങ്കിൽ തൊട്ടുമുടുത്ത വാക്യം കൊണ്ടോ, ക്ഷയം. എന്താണ് ക്ഷയം? മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്ത അവകാശത്തിലേക്ക്. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഈ അവകാശത്തിലേക്ക് എന്നെ ജനിപ്പിച്ചിരിക്കുന്നു. അപ്പൊ പലരും പഠിച്ചേക്കുന്നത് രോഗമില്ലാത്ത, പ്രതിസന്ധിയില്ലാത്ത, പ്രശ്നങ്ങളില്ലാത്ത, ബുദ്ധിമുട്ടില്ലാത്ത, നിന്ദകളില്ലാത്ത, പരിഹാസങ്ങളില്ലാത്ത, പ്രയാസമില്ലാത്ത ഒരു ജീവിതം നിത്യതയിലാണെന്നാണ് പഠിച്ചേക്കുന്നത്. പക്ഷെ ശരിക്കും നിങ്ങൾ വായിച്ചു നോക്കിയേ, ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്ത അവകാശത്തിനായി തന്നെ നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അപ്പൊ ജനിപ്പിച്ചതേ അതിനു വേണ്ടിയാ. കണ്ടോ, ഇങ്ങനെ ജീവിക്കാൻ വേണ്ടിയാ ജനിച്ചിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഇന്ത്യയിൽ ഏറ്റവും പ്രമുഖനായ ഒരു ധനാട്ടിനായ, പേരൊന്നും ഞാൻ പറയത്തില്ല, അദ്ദേഹത്തിന്റെ വീട്ടിൽ ജനിച്ച മകനും പറയുക, ഈ ഒരു 10 രൂപയ്ക്ക് വേണ്ടി അദ്ദേഹം വഴി തെണ്ടത്തില്ല, സോറി ആ വാക്ക് ഉപയോഗിച്ച് ക്ഷമിക്കണം, ഭിക്ഷയാചിക്കത്തില്ല. അദ്ദേഹത്തിന് അതിന്റെ ആവശ്യമില്ല. ജനിച്ചപ്പോഴേ അദ്ദേഹം ആരാണ്? ധനാട്ടിനായ മനുഷ്യനായിട്ടാ, കോടീശ്വരനായി ജനിച്ചിരിക്കുന്നു. ഇതേപോലെ ദൈവം നിങ്ങളെ ജനിപ്പിച്ചിരിക്കുന്നു സൗഖ്യമുള്ളവരായി, ക്ഷയമില്ലാത്തവരായി, മാലിന്യമില്ലാത്തവരായി, വാട്ടമില്ലാത്തവരായി ജനിച്ചിരിക്കും. പക്ഷെ ഇപ്പോഴും എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആത്മാവിൽ നടന്ന കാര്യത്തെ ശരീരത്തിലേക്കും ജീവിതത്തിലേക്കും കൊണ്ടുവരുവാൻ നമുക്കിപ്പോഴും മനസ്സിലായിട്ടില്ല എങ്ങനെയെന്ന്.
ഇതിനാണ് അപ്പോസ്തലനായ പത്രോസ് ലീഗ ആ വാക്യത്തിലേക്ക് വരുമ്പോൾ താഴേക്ക് കുറെ വാക്യം പറയുന്നുണ്ട്. നിങ്ങൾ നോക്കിയേ, അവിടെയാണ് നമ്മൾ ആദ്യം വായിച്ചിരിക്കുന്നത്. ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മലരായി ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾ വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെക്കുന്നവരാകണം. അപ്പൊ മനസ്സുറപ്പിക്കണം. ഇവിടെയാണ് നമുക്ക് പലപ്പോഴും കഴിയാത്തത്. നമ്മൾ നിത്യജീവൻ ലഭിച്ചവരാണ്. നിത്യജീവൻ അവകാശത്തിലേക്ക് നമ്മളെ ജനിപ്പിച്ചിരിക്കുകയാണ്. ഞാൻ ജനിച്ചതല്ല, ജനിപ്പിച്ചിരിക്കുന്നു. അപ്പൊ ജനിച്ചവരായ നിങ്ങൾ മനസ്സിനെ ഉറപ്പിക്കുക. ഞാൻ ക്ഷയം, മാലിന്യം, വാട്ടം. പലരും ചിന്തിച്ചേക്കുന്നത് നിത്യതയിൽ ചെല്ലുമ്പോൾ നമുക്ക് രോഗമില്ല, അങ്ങനെയൊക്കെയല്ല നമ്മൾ പലപ്പോഴും കേട്ടിരിക്കുന്നത്. അല്ല, നിങ്ങൾ അങ്ങനെയാണോ കേട്ടിരിക്കുന്നത്? എത്ര പേര് അങ്ങനെ പ്രസംഗം കേട്ടവർ എത്ര പേരുണ്ട്? ആമേൻ. അങ്ങനെയാണെങ്കിൽ നിത്യതയിൽ ചെന്നാണ് ക്ഷയം, മാലിന്യം, വാട്ടം, രോഗമില്ലാത്ത ജീവിതമെങ്കിൽ ഇന്ന് ഇവിടെ സൗഖ്യം നടക്കത്തില്ല. ഇന്ന് ഭൂമിയിൽ ഒരു രോഗസൗഖ്യം നടക്കത്തില്ല, ഒരു പ്രശ്നവും മാറത്തില്ല, ഒരു പ്രതികൂലവും മാറത്തില്ല. എല്ലാം അവിടെ നടക്കണം. അപ്പൊ ഇവിടെയും അത് നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്തുവാ? അവിടെ നടക്കാൻ പോകുന്ന കാര്യം ഇവിടെയും നടക്കും. കാര്യം നിങ്ങൾ ജനിച്ചിരിക്കുന്നത് തന്നെ അതിനു വേണ്ടിയാ. നമ്മൾ പറയത്തില്ലേ, ചിലർ ജനിച്ചതേ അതിനു വേണ്ടിയാ. ഇതാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. നമ്മുടെ മനസ്സിനെ ഉറപ്പിക്കുക. അതുകൊണ്ടാണ് നിങ്ങൾ ബൈബിൾ ഇങ്ങനെ പലയിടങ്ങളിൽ കാണുക. ഞാൻ എല്ലാം കൂടെ മിക്സ് ചെയ്തങ്ങ് സ്പിരിച്വൽ ബ്ലെസ്സിങ്ങും മെറ്റീരിയൽ ബ്ലെസ്സിങ്, അതായത് ആത്മീയ അനുഗ്രഹവും ഭൗതിക നന്മയും ഒരുമിച്ച് അങ്ങ് പറഞ്ഞങ്ങ് പോവാണേ. ശ്രദ്ധിച്ച്, യേശുവിനെ കർത്താവായി സ്വീകരിച്ച നിങ്ങൾ ആത്മീയമായി വീണ്ടും ജനിച്ച ഞാൻ പറഞ്ഞല്ലോ, സ്നാനപ്പെടണം. എന്നോട് ഇഷ്ടമില്ലെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പ്രാർത്ഥനയിൽ നിന്ന് ലെഫ്റ്റ് ചെയ്യാൻ തോന്നിയാലും ഞാൻ പറയുക, സ്നാനം എന്നുള്ളത് കൽപ്പനയാണ്. രക്ഷിക്കപ്പെടുക എന്നുള്ളത് കൽപ്പനയാണ്. അത് ദൈവം അപേക്ഷിക്കുന്നതല്ല, കൽപ്പനയാണ് പ്രിയരെ. ബൈബിൾ മുഴുവൻ നോക്കി. ഏത് ബൈബിളാണ് ഇരിക്കുന്നത്? സത്യവേദ പുസ്തകമാണോ? ഏത് ബൈബിൾ ആണെങ്കിലും തുറക്കുക. അവിടെ എല്ലാം മുഴുകൽ സ്നാനം എന്ന് തന്നെ. മുഴുകൽ സ്നാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയെ വെള്ളം തളിക്കുന്നതല്ല, വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങി യേശുവിനെ കർത്താവ് വന്ന് വാഗോണ്ട് ഏറ്റു പറയണം. മെച്യൂരിറ്റി വേണം. ഇപ്പം ഞാൻ എൻ്റെ കൊച്ചിനോട് പറയുക, ഹൃദയം കൊണ്ട് വിശ്വസിക്കാൻ പറഞ്ഞാൽ അവന് കഴിയത്തില്ല. അവൻ വേണേ ഏറ്റു പറയുമായിരിക്കും ഞാൻ പറയുന്ന കാര്യത്തിൽ, അല്ലേ? ഞാൻ ഇടയ്ക്ക് പറയിപ്പിക്കുകയാണ്, ജീസസ് ഈസ് മൈ ലോർഡ് എന്ന് പറഞ്ഞാൽ അവൻ പറയും. പക്ഷെ അവനോട് പറയും, ഹൃദയത്തിൽ നീ വിശ്വസിക്കുക. ആ മെച്യൂരിറ്റിയിലേക്ക് ഒരാൾ വരണം. ആമേൻ, ഹല്ലേലൂയ. ഇവിടെ വചനം പറയുന്നു, ആകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിക്കണം. ഞാൻ രോഗിയായി തീരേണ്ടവനല്ല, ഞാൻ നിത്യജീവൻ അവകാശിയാണ്. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ രോഗമില്ലാതിരിക്കാൻ വേണ്ടി അല്ല യേശു എന്നെ ജനിപ്പിച്ച്. ഞാൻ ചോദിച്ചിട്ട് ഒറ്റ കാര്യം പറയാം, നിങ്ങൾ ജനിച്ചത് സ്വർഗത്തിലാണോ ഭൂമിയിലാണോ വീണ്ടും ജനിച്ചിരിക്കുന്നത്? ഒന്ന് പറ. യേശുവിനെ കർത്താവായി രക്ഷിതാവായി രക്ഷിക്കപ്പെട്ടവരത് പറഞ്ഞ് എവിടെ വെച്ചാണ് നിങ്ങൾ ജനിച്ചത്? സ്വർഗത്തിൽ വെച്ചാണോ ഭൂമി വെച്ചാണോ? ആമേൻ. ഭൂമിയിൽ വെച്ച് വീണ്ടും ജനിച്ചവരാണെങ്കിൽ ഭൂമിയിൽ തന്നെ, നിങ്ങൾ വാക്യം നോക്കിയേ, ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. ഈ വാക്യം 13-ാം വാക്യം തന്നെ ഓർപ്പിച്ചേക്കണം എന്നെ. നോക്കിയേ, ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയാ? ഈ അവകാശത്തിലേക്ക് തന്നെ. ഞാനതാ പറഞ്ഞത്, നിങ്ങളുടെ കുടുംബത്തിൽ ജനിച്ച കുഞ്ഞിനെ നിങ്ങൾ ജനിച്ചപ്പോഴാണോ അവൻ അവകാശിയായത്? അതോ നിങ്ങൾ അവിടെ പറയുക, മോനെ അവനൊരു 40 വയസ്സായപ്പോഴേക്കും പറയാം, ഞങ്ങൾ ഇപ്പോഴാണ് ഓർത്തത് നീയാണ് ഈ കുടുംബത്തിന്റെ അവകാശി. ആ പറഞ്ഞപ്പോഴാണോ അവൻ അവകാശിയായത്? ജനിച്ചപ്പോഴാണോ അവകാശി? അതൊന്ന് പറഞ്ഞേ. കണ്ടോ? ആരോ പറയുന്നു, അല്ല ബ്രദറെ, ഞങ്ങളോട് പറഞ്ഞപ്പോഴാ നീ അവകാശിയായത്. അല്ല, ജനിച്ചപ്പോഴാ. അത് തന്നെയല്ല അവിടെ കൊടുത്തേക്കുന്ന ആ വാക്യം. അവകാശത്തിനായി വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ജനനത്തിൽ ഇപ്പൊ എൻ്റെ കുടുംബത്തിൽ ജനിച്ച കുഞ്ഞ് എനിക്കുള്ളത് എല്ലാത്തിനും അവൻ അവകാശിയാണ്. ഞാൻ പറയും, അങ്ങനെയൊന്നും അല്ല, അവനിനി 45 വയസ്സാകുമ്പോൾ ഞാൻ ഇപ്പൊ കൊടുക്കും. അല്ല, ജനിച്ചപ്പോഴേ അവൻ അവകാശിയാണ്. ജന്മം കൊണ്ട് അവൻ അവകാശിയാവുന്നു. 2 തരം അവകാശങ്ങളുണ്ടെന്ന്. ദത്തെടുക്കുന്ന അവകാശമുണ്ട്. ഇപ്പൊ നമുക്കറിയാം, ഇന്ത്യയിൽ മാത്രമല്ല പല രാജ്യത്തിലൊരു നിയമമുണ്ട്. ഇപ്പം ദത്തെടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പവർ ഓഫ് അറ്റോർണി പോലത്തെയുള്ള അവകാശങ്ങൾ ആ ദത്തെടുക്കാൻ പോകുന്ന, പവർ ഓഫ് അറ്റോർണി പോരാ കേട്ടോ, ആ ദത്തെടുക്കാൻ പോകുന്ന കൊച്ചിന്റെ പേരിൽ സ്വത്തുക്കൾ എഴുതി വെച്ചതിന് ശേഷം ഗവൺമെന്റ് അപ്രൂവൽ ചെയ്യത്തുള്ളൂ. മനസ്സിലായ? അവകാശത്തിലേക്ക് അവനെ കയറ്റണം ദത്തെടുക്കുമ്പോൾ. ജനിക്കുമ്പോൾ അതിന് ആവശ്യമില്ല. ജനിച്ചൊരു കൊച്ചിന് പ്രത്യേകിച്ച് എഴുതേണ്ട കാര്യമൊന്നുമില്ല. അവൻ അവകാശിയാണ്, അപ്പന്റെ സ്വത്തിന് അവകാശിയാണ്.
അപ്പൊ നിങ്ങളെ ജനിപ്പിച്ചിരിക്കുന്നത് തന്നെ ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തൊരു ജീവിതത്തിലേക്കാണ്. പക്ഷെ നമ്മൾ മൊത്തവും കേട്ട് പഠിച്ചേക്കുന്നത് നിത്യജീവനെ ചെല്ലുമ്പോൾ ഇതെല്ലാം ലഭിക്കും. നിങ്ങൾ ജനിച്ചിരിക്കുന്നു എന്ന സത്യം തിരിച്ചറിയണം. ആകയാൽ മനസ്സുറയ്ക്കണം. ഞാൻ തകരേണ്ടവനല്ല, ഞാൻ ജയാളിയായിരിക്കുന്നവനാ, ഞാൻ ജീവനിൽ വാഴാൻ വിളിക്കുന്നവനാ. ഞാൻ പറയാം പെട്ടെന്നൊരു വാക്യം, യോഹന്നാൻ സ്ലീഹ, ഞാൻ ആ വാക്യം എടുത്തിട്ടില്ല, എന്നിൽ എൻ്റെ മനസ്സിലേക്ക് കയറി വന്നതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ആ വാക്യം ഒന്ന് തപ്പട്ടെ. യോഹന്നാൻ സ്ലീഹയുടെ ലേഖനത്തിന്റെ അകത്താണ്. എൻ്റെ ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു, ലോകത്തെ ജയിച്ച ജയമോ നിങ്ങളുടെ വിശ്വാസം അത്രേ എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. യോഹന്നാൻ സ്ലീഹയുടെ ലേഖനത്തിലാണ്. 1 യോഹന്നാൻ, എനിക്ക് തോന്നുന്നു 5-ാം അധ്യായത്തിൽ ആ വാക്യം. ചിലർ പറയാറുണ്ട് ബ്രദറിന്, ഓക്കെ, എനിക്ക് ആ വാക്യം കിട്ടി കേട്ടോ. ഓക്കെ, 1 യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. 1 യോഹന്നാൻ, ഓക്കെ, ഞാൻ ഇവിടെ ഒന്ന് ജസ്റ്റ് പ്രൊജക്റ്റ് ചെയ്യാവേ. ഓക്കെ, ഒരു മിനിറ്റ്. ആ വാക്യം 1 യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യമാണ്. 4-ഉം 5-ഉം വാക്യമാണ്. ഇവിടെ എനിക്കത് കാണിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തൊന്ന് മാറിപ്പോയി. ഒരു മിനിറ്റ്. എല്ലാവരും ബൈബിളൊക്കെ എടുത്ത് ഈ ദിവസങ്ങളിൽ ആരും തർക്കത്തിനല്ല, ഈ തെറ്റിദ്ധാരണ കൊണ്ട് പോകുന്ന ആൾക്കാരോട് ഞാൻ പറയുന്നത്, എനിക്ക് നിങ്ങളെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല, ഞാൻ പിടിച്ചു നിർത്താനും വരുന്നില്ല. ഇവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങളിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ? ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിച്ചു. ഇപ്പൊ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് യേശുവിലേക്ക് വരുന്നത് മതം മാറുവല്ല, സഭ മാറുവല്ല, ജീവിതം മാറുക. നോക്കിക്കേ, ഇതാണ് രക്ഷിക്കപ്പെടുമ്പോൾ സംഭവിക്കുന്നത്. ദൈവത്തിൽ നിന്ന് ജനിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിക്കുക എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു തൻ്റെ രക്തം കൊടുത്ത് പൊന്നിനേക്കാൾ, വെള്ളിയേക്കാൾ, രൂപയേക്കാൾ, ഡോളറിനേക്കാൾ, പൗണ്ടിനേക്കാൾ, എന്താ പറയുന്നത്, റിയാലിനേക്കാൾ, എല്ലാത്തിനേക്കാൾ, ലോകത്തിൽ ഏറ്റവും വില കൂടിയതിനേക്കാൾ വിലപിടിപ്പുള്ളത് എന്നെ പാപശാപ രോഗശക്തിയിൽ നിന്നും വിലയ്ക്ക് വാങ്ങി ദൈവവചനത്താൽ എന്നെ വീണ്ടും ജനിപ്പിച്ച് ഒരു പാരമ്പര്യത്തിനും വിട്ടുകൊടുക്കാതെ പിശാചിന് അവകാശം പറയാൻ കഴിയാതെ ദൈവം എന്നെ ജനിപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് പറയുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിച്ചിരിക്കുന്നു, ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം അത്ര. ഇതാണ് മനസ്സുറപ്പിക്കുക എന്ന് പറയുന്നത്. വിശ്വാസം കൊണ്ട് ജയിക്കും. ബ്രദറെ, എനിക്ക് വിശ്വാസം മാത്രമേ ഉള്ളൂ ബ്രദറെ, പക്ഷെ ജയം കാണാൻ പറ്റുന്നില്ല. അതല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ തന്നെ സ്വയം വിശ്വസിക്കണം. ഞാൻ രോഗത്തിൽ ജനിച്ചവനല്ല, സൗഖ്യത്തിൽ ജനിച്ചവനാ. ഞാൻ ദാരിദ്ര്യത്തിൽ കിടന്ന് ഉരുളേണ്ടവനല്ല, വാരി വിതറി കൊടുക്കേണ്ട ദൈവത്തിന്റെ സമ്പന്ന കുടുംബത്തിൽ ജനിച്ചവനാ. ഞാൻ സമാധാനമില്ലാതെ ആത്മഹത്യ ചെയ്യേണ്ടവനല്ല, സമാധാനത്തോടെ നീയല്ലേ യഹോവ എന്നെ നിർഭയം വസിക്കുമാറാകുന്നു. കണ്ടോ, കിടന്നുറങ്ങേണ്ടയാളാ ഞാൻ. ഈ വചനത്താൽ ജനിച്ചയാളാ ഞാൻ. ബ്രദറെ, ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ എനിക്ക് കാണാൻ പറ്റുന്നില്ല ബ്രദറെ. കാണാൻ പറ്റാൻ വേണ്ടി പോവാ ദിവസങ്ങളിൽ. അടുത്ത വാക്യത്തിൽ പറയും, യേശു ദൈവപുത്രൻ വിശ്വസിക്കുന്നവനല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിച്ചവൻ? അപ്പൊ ലോകത്തെ ജയിക്കാൻ പറ്റും. ലോകത്തിലാണല്ലോ ഈ രോഗമുള്ളത്, അല്ലേ? ലോകത്തിലാണല്ലോ ഈ പ്രശ്നമുള്ളത്. നിങ്ങൾ ഈ ലോകത്തിൽ വെച്ചാ ജനിച്ചിരിക്കുന്നത്. നമ്മൾ പറയത്തില്ലേ പലപ്പോഴും, നിങ്ങൾ കേട്ടിരിക്കുന്ന പല സംഭവങ്ങളാണ്. നമ്മൾ നിത്യതയെ പോകാൻ വേണ്ടി ഇരിക്കുന്നവരല്ലേ? കേട്ടിട്ടില്ല നിങ്ങൾ? നിത്യജീവന് വേണ്ടി കാത്തിരിക്കുന്നവരെ പ്രിയരെ, ആദ്യം മനസ്സിലാക്കണം, നിങ്ങൾ ജനിച്ചിരിക്കുന്നു. ജനിപ്പിച്ചയാൾക്ക് എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ അറിയാം. പക്ഷെ ജനിപ്പിച്ച ആളിൽ മനസ്സ് ഒരുക്കണം. എൻ്റെ മനസ്സ് വളരെ പ്രധാനപ്പെട്ട കാര്യം കേട്ടോ ഇതിൻ്റെ അകത്ത്. ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഈ പ്രാർത്ഥന തുടങ്ങുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ മനപ്രയാസത്തോടെ ഇരിക്കുമോ, എൻ്റെ സിസ്റ്റർ എന്നെ പ്രാർത്ഥിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ അവസ്ഥ എങ്ങനെ ഇരിക്കും? ഞാൻ പറയാം, എൻ്റെ പൊന്ന് ടോംസ് വേറെ, അല്ലെങ്കിൽ എൻ്റെ പൊന്ന് അജയ് സിസ്റ്ററെ, വർഗീസ് വേറെ, അല്ലെങ്കിൽ അൻസു സിസ്റ്ററെ, നമ്മളിനി എന്നെ പ്രാർത്ഥിക്കാനാ എന്നും പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്നാ പറ്റും നിങ്ങളുടെ അവസ്ഥ? ബ്രദർ എന്നെ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളൊരു സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥനയ്ക്ക് വന്നത്. കണ്ടോ, മനസ്സ് വളരെ പ്രധാനപ്പെട്ടതാ. അതുകൊണ്ടാണ് പത്രോസ് ശ്ലീഹ അവിടെ പറഞ്ഞിരിക്കുന്ന പ്രയോഗം നോക്കിക്കേ. ആ വാക്യത്തിലേക്ക് നമുക്കൊന്ന് വരാം. ഒരു മിനിറ്റ് ഒന്ന് ക്ലോസ് ചെയ്തോട്ടെ. ഇവിടെ നോക്കിയേ, പത്രോസ് ശ്ലീഹ പറയുകയാണ് 13-ാമത്തെ വാക്യം. 1 പത്രോസ്, ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച്.
നിർമ്മതരായി യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾ വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളണം. അപ്പൊ ഇത് ആരോടാ ഈ പറയുന്നത് എന്നറിയാവോ? കൺഫ്യൂഷൻ ആയി നിൽക്കുന്ന യഹൂദനോട് പറയുക. യെരൂശലേം ദേവാലയത്തിലേക്ക് മടങ്ങിപ്പോകാൻ വേണ്ടി നിൽക്കുന്ന യഹൂദന്മാരോട് പറയുകയാണ്, നിങ്ങൾ കൺഫ്യൂഷൻ ആകരുത്, മനസ്സുറപ്പിക്കുക, യേശു വരും. നമ്മളെ വീണ്ടും ചേർക്കാൻ വേണ്ടി നമ്മളെ ജനിപ്പിച്ച യേശു വരും. ഒന്നുകൂടെ ഞാൻ പറയാം, യേശു വരുമ്പം അയ്യോ ബ്രദറിൻ്റെ അടുത്ത് ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോയായിരുന്നു, പക്ഷേ എന്നാ കുഴപ്പമെന്നറിയാവോ, ബ്രദറിൻ്റെ അടുത്ത് പ്രാർത്ഥനയ്ക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ നാട്ടിലും വീട്ടിലും ഒക്കെ ഞങ്ങളെ ഒറ്റപ്പെടുത്തും, അതുകൊണ്ട് ഞങ്ങൾ കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ ഞങ്ങളെ ഒറ്റപ്പെടുത്തും, അതുകൊണ്ട് യേശുവേ ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ലെന്ന് പറഞ്ഞാൽ അവിടെ കിടക്കും. രക്ഷിക്കപ്പെട്ട് കർത്താവിനോട് ചേർന്ന വ്യക്തിയോട് ഞാൻ പറഞ്ഞു, യേശു വരുമ്പം കയറി പോകാൻ പറ്റും. ഈ ഭൂമിയിൽ ആദ്യം വാഴാൻ നമ്മൾ പഠിക്കണം, എന്നാൽ സ്വർഗത്തിൽ പോടല്ലേ കൺഫ്യൂഷനായി പോകും. സ്വർഗത്തിൽ ചെന്നിട്ട് ചിലർ എന്ത് ചെയ്യാൻ നിൽക്കുക, വാഴാൻ നിൽക്കുക. ഇവിടെ വാഴാൻ പറ്റും, കാര്യം ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ലോകത്തെ ജയിക്കും. നിങ്ങൾക്ക് ജയിക്കണം. ഈ പ്രശ്നങ്ങളിലേക്ക് കുടുങ്ങി നടന്ന് ബ്രദറെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ബ്രദറെ എൻ്റെ വീട്ടിൽ പ്രാർത്ഥനയുണ്ട്, ബ്രദറെ എല്ലാ ബ്രദർമാരെ ഞാൻ വിളിക്കുന്നുണ്ട്, ബ്രദറെ ഞങ്ങളുടെ വീട്ടിൽ മാസത്തിൽ 10 ബ്രദർമാർ വരും, ബ്രദറെ അവർക്ക് പൈസ കൊടുത്ത് മടുത്ത് ബ്രദറെ, എന്നിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റമില്ല. ആദ്യം നിങ്ങൾ മനസ്സുറക്കി, നിങ്ങളുടെ മനസ്സുറയ്ക്കണം. ഞാൻ യേശുവിനെ കർത്താവ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്കിപ്പോൾ ഒരു ബലമുണ്ട്. എൻ്റെ ധൈര്യം എന്നാണെന്നറിയാവോ, ഞാൻ യേശുവിനെ കർത്താവായി സ്വീകരിച്ച വ്യക്തി, എൻ്റെ ദൈവം എന്നെ കളയത്തില്ല. ഈ കോൺഫിഡൻസ് രക്ഷിക്കപ്പെട്ടവന് മാത്രമേ കിട്ടത്തുള്ളൂ. ഈ ധൈര്യം രക്ഷിക്കപ്പെട്ടവൻ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ കൈവിടത്തില്ല, അല്ലാത്തവന്റെ കാര്യം എനിക്ക് അറിയത്തില്ല. യോഹന്നാൻ 10 പറയുന്നു, എൻ്റെ ആടുകളോ എൻ്റെ ശബ്ദം കേൾക്കും, ഞാൻ അവയെ അറിയും, അല്ലാത്തവരെ എനിക്ക് അറിയത്തില്ല. എൻ്റെ തൊഴുത്തിൽ പെടാത്തത് കുറെ പേരുണ്ട്. അതാരാന്നറിയാവോ? കർത്താവായി സ്വീകരിക്കാൻ അവർക്ക് മനസ്സില്ല, പക്ഷെ പ്രാർത്ഥനയ്ക്ക് വരാൻ ഇഷ്ടമാണ്. അവരവസാനം പെട്ടുപോകും. ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുക്രിസ്തു വരാത്ത സമയം വരെ കാര്യം പരിശുദ്ധാത്മാവ് ലോകത്തെ കവർ ചെയ്ത് പിടിച്ചിരിക്കുക. എന്നാൽ കർത്താവ് വന്ന് സഭയെ എടുത്തതിന് ശേഷം പിശാചിന് ഈ ഭൂമിയെ വിട്ടുകൊടുക്കും. അയ്യോ, ആ സമയം ബൈബിളിൽ പറഞ്ഞു മരണം കൊതിക്കുമെന്നാ പറഞ്ഞത്, മരിക്കാൻ. അപ്പൊ ദണ്ണനെ ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ തന്നെ നമുക്കറിയാം, യുദ്ധങ്ങളും യുദ്ധസ്തുതികളും കേൾക്കുന്ന തന്നെ നമുക്കറിയാം എന്തൊരു പാടല്ലേ. ഓരോ യുദ്ധം നടക്കുന്ന സ്ഥലത്തിലെ അവസ്ഥ കണ്ടോ? ഇതിനേക്കാൾ കഠിനമായ ഒരു കാലഘട്ടം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അന്ന് കറങ്ങി നടന്നവരെല്ലാം പെടും. പക്ഷെ കർത്താവിന്റെ സന്നിധിയിൽ ചേർന്ന് നിന്നവരെല്ലാം യേശു ജനിപ്പിച്ച മക്കളെ എടുത്തുകൊണ്ടങ്ങ് പോകും. ഇതാണ് നിത്യജീവന്റെ മർമ്മം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ഇപ്പൊ നിങ്ങൾ കടന്നു പോകുന്ന വിഷയത്തെ ജയിക്കാൻ ജനിച്ചവനെ കഴിയത്തുള്ളൂ. ഇതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, സ്നാപക യോഹന്നാനെ പുകഴ്ത്തി യേശു പറയുന്നുണ്ട്, ആദ്യം സ്ത്രീകളിൽ നിന്ന് ജനിച്ചവനിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. മോശ അവിടെയുണ്ട്, അബ്രഹാം അവിടെയുണ്ട്, പഴയ നിയമ വലിയ പ്രവാചകന്മാരുണ്ട്, ചെറിയ പ്രവാചകന്മാരുണ്ട്, എന്തിന് ഹാനോക്കിന്റെ പേര് വരെ ബൈബിളിലുണ്ട്. പക്ഷെ ബൈബിൾ പറയുന്നു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനാണ് ഏറ്റവും വലിയവൻ. അടുത്ത വാക്യത്തിൽ പറയുന്നു, പക്ഷെ ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ യോഹന്നാനേക്കാൾ വലിയവനാ. അപ്പൊ നിസ്സാരക്കാരാണോ നിങ്ങൾ? സകല പ്രവാചകന്മാരും ബൈബിളിൽ ഉൽപ്പത്തി മുതൽ മത്തായി വരെ കിടക്കുക. അവിടെ അവരെക്കാൾ എല്ലാം വലിയവൻ യോഹന്നാനാ. കാരണം യോഹന്നാന് മാത്രമേ യേശുവിനെ സ്നാനപ്പെടുത്താൻ പറ്റിയുള്ളൂ. പിതാക്കന്മാരെ പറ്റി ബൈബിളിൽ പറഞ്ഞു, അവരെല്ലാവരും ആരാഞ്ഞു, യേശുവിനെ കാണാൻ വേണ്ടി കൊതിച്ചു, പക്ഷെ അവർക്ക് പറ്റിയില്ല. പക്ഷെ യോഹന്നാൻ സ്നാപകൻ കണ്ടു, ഭാഗ്യവാൻ. മാത്രമല്ല യേശുവിനെ സ്നാനപ്പെടുത്തി. നിങ്ങൾ നോക്കിക്കേ, യേശുവിന്റെ സ്നാനം എങ്ങനെയായിരുന്നു? യേശു ക്രിസ്തുവിനെ കൊണ്ടുവന്ന് യോർദാന്റെ കരയിൽ കൊണ്ടുവന്ന് ഒരു കപ്പിൽ വെള്ളം എടുത്തുകൊണ്ട് ഇങ്ങനെ ഇച്ചിരി വെള്ളം ദേഹത്ത് തൂക്കുമായിരുന്നു, അതോ എങ്ങനെയാ യേശുവിനെ സ്നാനപ്പെടുത്തിയത് യോഹന്നാൻ, സ്നാപക യോഹന്നാൻ? ഒന്ന് പറഞ്ഞേ. കണ്ടോ? അപ്പൊ എന്തുകൊണ്ടാണ് ആ സ്നാനം തന്നെയാണ് പിന്നീട് സഭകൾ മുഴുവനും ഫോളോ ചെയ്യുന്നത്? അതിന്റെ അർത്ഥം എന്താണെന്നുള്ളത് ഞാൻ ഇന്നാൾ പറഞ്ഞിരുന്നു, വീണ്ടും നമ്മൾ അടുത്ത ദിവസം എടുക്കുന്നുണ്ട്. സ്നാനത്തെ പറ്റി യൂട്യൂബിൽ കിടപ്പുണ്ട്. ഇത് കണ്ടിന്യൂസ് ബൈബിൾ സ്റ്റഡിയാണിത്. എന്തിനാ ഞാനിത് പറയുന്നറിയാവോ? ഈ ദിവസങ്ങളിൽ നമ്മൾ സെക്യൂർ ആകണം. പ്രതികൂലങ്ങൾ വരുമ്പോൾ യേശുവേ എന്ന് വിളിക്കുമ്പം ദൂതന്മാർ ഇറങ്ങി റെഡി ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ നിൽക്കണമെങ്കിൽ അവരൊറ്റ കാര്യമേ നോക്കുന്നുള്ളൂ. പഴയ നിയമത്തിൽ നോക്കിയതുപോലെ തന്നെ പുതിയ നിയമത്തിൽ നോക്കും. അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തം കട്ടളമേലും കുറുമടിമേലും ഉണ്ടോ എന്ന് നോക്കിയതുപോലെ
സംഹാരകൻ നീങ്ങിപ്പോയതുപോലെ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണോ ദൂതന്മാർ ഇറങ്ങിയിരിക്കും. സകല വിഷയത്തിൽ നിന്ന് ബൈബിൾ പറയുന്നു ദൂതനെ അയച്ച് വിടുവിച്ചിരിക്കും. ഇതാണ് രക്ഷ എന്ന് പറയുന്ന വലിയ മഹത്വം. നമ്മൾ പക്ഷേ ഇതിനെ പലപ്പോഴും ലഘൂകരിച്ച ആൾക്കാർ പറയും, യേശുവിനെ കർത്താവായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് നിത്യജീവൻ അവകാശമാക്കുക, യേശു വീണ്ടും വരും, ഇതുകൊണ്ട് അങ്ങ് തീർക്കും. പക്ഷെ തിരിച്ചറിയണേ, എനിക്ക് വലിയൊരു സെക്യൂർ ലൈഫ് ലഭിക്കുക. ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതിനാൽ എന്നെ ഇതിനു വേണ്ടി എന്നെ ജനിപ്പിച്ചിരിക്കുന്നു. പലരും ഇത് കഴിയുമ്പോൾ ചിലപ്പോൾ വിമർശിച്ചേക്കാം, ബ്രദറെ അങ്ങനെയല്ല, നിത്യജീവനിലേക്ക് നമുക്ക് ക്ഷയമില്ലാത്ത, മാലിന്യമില്ലാത്ത, വാട്ടമില്ലാത്ത ജീവിതം നമുക്കുണ്ടെന്ന്. അത് നിത്യജീവൻ ജനിച്ചത് ഭൂമിയിൽ വെച്ചാണോ? അവകാശങ്ങൾ ലഭിച്ചത് ഭൂമിയിൽ വെച്ചാണോ? നിത്യജീവനെ, നിത്യരക്ഷയെപ്പറ്റി പ്രസംഗം കേട്ടത് നിത്യത വെച്ചല്ല, ഇവിടെ വെച്ചാണെങ്കിൽ ഇവിടെ ജീവനിൽ വാഴും. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ പറഞ്ഞത്, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിച്ചിരിക്കും. നമുക്ക് ജയിക്കാൻ പറ്റും. നമ്മൾ ജയിക്കാൻ വേണ്ടി പോവുക. ഈ ദിവസങ്ങളിൽ പ്രതിസന്ധികളുടെ നടുവിൽ തകർന്നു പോകാതെ ദൈവത്താൽ നിങ്ങൾ സാക്ഷ്യമാകാൻ വേണ്ടി പോവുകയാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തമേറിയ സാക്ഷ്യമായി ദൈവം നിങ്ങളെ തീർക്കാൻ വേണ്ടി പോവുക. നന്ദി പിതാവേ, നന്ദി കർത്താവേ. അപ്പൊ ഈ ദിവസങ്ങളിൽ ഈ വചനങ്ങൾ മറക്കരുതേ. നിത്യജീവൻ ലഭിച്ചവർ, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറഞ്ഞ നമ്മൾ ദൈവം അനുവദിച്ചാൽ വരുന്ന സമയത്ത് സ്നാന ശുശ്രൂഷകൾ ചെയ്യുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, എന്നെ ഏൽപ്പിച്ച ഡ്യൂട്ടി എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അയ്യോ ബ്രദറെ, സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെ സ്നാനം എന്ന് പറഞ്ഞത് ഒറ്റ വാക്ക് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. സ്നാനപ്പെട്ടുള്ള പ്രത്യേകത ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ വെള്ളപ്പൊക്ക കാലം അല്ലേ, വെള്ളമൊക്കെ പൊങ്ങി നമ്മുടെ വീട്ടിൽ നാട്ടിലൊക്കെ ചെള്ളയാണ്. അപ്പോൾ ഈ സമയത്ത് നല്ല ഒരു ഒരു കതർ ഷർട്ടോ പോട്ടെ, ഒരു വെള്ള സാരിയോ അല്ലെങ്കിൽ നല്ല രസമുള്ളൊരു വസ്ത്രം ഇട്ടുകൊണ്ട് നമ്മൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത്, ഏതെങ്കിലും വണ്ടി വരുമ്പോൾ ചെള്ള തെറിക്കാതെ, ചെള്ള എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഓരോ നാട്ടിലും ഓരോ പ്രത്യേകത, വെള്ളം തെറിക്കാതെ, ആ ചെള്ളവെള്ളം, അഴുക്ക് വെള്ളം തെറിക്കാതെ നമ്മളിങ്ങനെ മാറി നടക്കാൻ ശ്രമിക്കും. കാരണം എന്നാ, നമ്മൾ ഇട്ടിരിക്കുന്നത് നല്ല വസ്ത്രമാണ്. ഇനി അതേ സ്ഥാനത്ത് വീട്ടിൽ നൈറ്റിയോ കൈലിമുണ്ടോ ഒക്കെ ആണെങ്കിലോ, ചെള്ള പറ്റിയാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ അതിൽ കൂടെ നടക്കും അല്ലേ, ചെള്ള ചവിട്ടി നടക്കും. കാര്യം എന്തുവാ, ഇത് നല്ല വസ്ത്രമൊന്നുമല്ല. പക്ഷെ അതേ സ്ഥാനത്ത് ഒരുങ്ങി ഇറങ്ങിയാൽ നമ്മൾ തന്നെ നമ്മളെ ഒന്ന് സൂക്ഷിക്കും. ഇതാണ് സ്നാനം. സ്നാനപ്പെടുമ്പോൾ തന്നെ ഒരു ബോധം വരും, ഞാൻ ദൈവ പൈതലാണ്. മനസ്സിലായി? ഇതാണ് സ്നാനം. ഈ ബോധം വരാൻ വേണ്ടിയാണ് ജലസ്നാനം വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഇത് ചെയ്യാതെ ആത്മസ്നാനത്തെ പറ്റി നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകത്തില്ല. ചുമ്മാ ഇങ്ങനെ കറങ്ങി നടക്കാനേ പറ്റത്തുള്ളൂ. പക്ഷേ രക്ഷയുടെ അനുഭവത്തിലേക്ക് നിങ്ങൾ വന്നു കഴിയുമ്പോൾ ക്ഷയം, മാലിന്യം, വാട്ടമില്ലാത്ത ജീവിതമാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് രോഗം വരുമ്പോൾ നമുക്ക് ധൈര്യത്തോടെ പറയാം, എൻ്റെ യേശു എന്നെ കൈവിടത്തില്ല. എന്നെ ഉറപ്പ്. കാര്യം ഞാൻ യേശുവിൻ്റെ വചനത്താൽ ജനിച്ച മകനാ. എന്നെ പറ്റിയാണ് എഴുതിയിരിക്കുന്നത്. ഇതൊന്നും ഇല്ലാത്തതിനാൽ ജനിപ്പിച്ചിരിക്കുന്നു. സാഹചര്യം വരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ, ദാരിദ്ര്യം വരുമ്പോഴേക്കും ബ്ലേഡുകാരനല്ല എൻ്റെ ദൈവം സൈന്യങ്ങളുടെ യഹോവയാണ്, ആകാശത്തെയും ഭൂമിയും നിർമ്മിച്ചവനാണ്. അപ്പാ എനിക്ക് വേണമെന്ന് പറയാൻ ധൈര്യം ഉണ്ടാവും. ഇതാണ് രക്ഷിക്കപ്പെട്ടാലുള്ള ഗുണം. ഞാൻ പറഞ്ഞല്ലോ, എന്നോട് ഒരുമിച്ച് ഞാൻ പഠിപ്പിക്കുക. ഹല്ലേലൂയ. നാളെ പിശാചിന്റെ ഏതെങ്കിലുമൊക്കെ ഒരു പ്രവൃത്തി കുടുംബത്തിന്റെ അകത്ത് കയറി വരുമ്പോൾ, തലമുറകളെ അത് പിടിക്കാൻ വേണ്ടി വരുമ്പോഴേക്കും അയ്യോ പൊത്തോന്ന് പറഞ്ഞ് കരയണ്ട, ധൈര്യത്തോടെ പറ, അപ്പാ ഞാനും അവനും ദൈവത്തിന്റെ മകനും മകളുമാണ്. എൻ്റെ അപ്പൻ ഞങ്ങളുടെ തലമുറകളെ, പണ്ടൊരു പ്രസംഗം പറഞ്ഞു, ദൈവത്തിന് കൊച്ചുമക്കളൊന്നുമില്ല, എല്ലാം മക്കളാ. നല്ലൊരു പ്രസംഗം അദ്ദേഹം പറഞ്ഞു, ദൈവത്തിന് കൊച്ചുമക്കളില്ല, ദൈവത്തിന് എല്ലാം മക്കളാ. നിങ്ങളുടെ മക്കളും നിങ്ങളും ദൈവത്തിന് മക്കളാ. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും നമ്മുടെ തലമുറകൾ അപ്പച്ചാന്നല്ല ദൈവത്തെ വിളിക്കുന്നത്, അപ്പാന്നല്ല വിളിക്കുന്നത്. എല്ലാവരും അപ്പാന്നാണ് വിളിക്കുന്നത്. ദൈവത്തിന് മക്കളേ ഉള്ളൂ. നന്ദി പിതാവേ. അപ്പൊ ഈ ദിവസങ്ങളിൽ ആ ഉറപ്പകത്തോട്ട് കയറട്ടെ. അല്ലാതെ വലിയ പ്രശ്നമാണ്, വലിയ പ്രതികൂലമാണ്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് പല സാഹചര്യത്തിൽ കടന്നു പോയപ്പോഴും ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രശ്നങ്ങൾ ആരോടെങ്കിലും പറഞ്ഞത് ഇപ്പോഴും അബദ്ധമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാനത് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പക്ഷെ അത് തിരിച്ചു പോയി, പിന്നെ വലിയ പ്രാർത്ഥനക്കാരനല്ലേ എന്ന് പറഞ്ഞു. അതുകൊണ്ട് അതിൽ പിന്നെ ഞാൻ തീരുമാനിച്ചു, എൻ്റെ വിഷയം ദൈവത്തോടല്ലാതെ ഇനി എന്നാ പ്രശ്നമാണെങ്കിലും ഞാൻ പറയത്തില്ല. കാരണം ദൈവത്തിനല്ലാതെ ഇത് മനസ്സിലാകത്തില്ല. ഞാൻ തീരുമാനിച്ച കാര്യം കേട്ടോ, നിങ്ങളുടെ കാര്യം എനിക്കറിയത്തില്ല. നമ്മൾ സ്വയം, എനിക്കൊരു അപ്പനുണ്ട്, എൻ്റെ പിതാവ് അത് പരിഹരിക്കും. ഞാൻ എന്തിനാ അവരോടും ഇവരോടും പറഞ്ഞു നടക്കുന്നത്? ഈ ആളുകൾ പല സ്വഭാവക്കാർ. ഇന്ന് നിങ്ങളെ സ്നേഹിക്കുന്ന നാളെ നിങ്ങളോട് എന്ത് ചെയ്യും? പിണങ്ങാൻ സാധിക്കും. പിണങ്ങും പറയും, പുള്ളി ആരാന്നറിയാവോ, പുള്ളി എന്നാ വിഷയമുള്ളത്തിൽ നടന്നു കളാന്നറിയാവോ. അതുകൊണ്ട് എന്ത് ചെയ്യണം? ദൈവത്തെ ഓർത്ത് നിങ്ങളുടെ വിഷയങ്ങൾ പ്രാർത്ഥനാ വിഷയം ആയിക്കോട്ടെ, ദൈവത്തോട് പറയാൻ പഠിക്കണം, അവിടെ നിന്ന് മേടിക്കാൻ പഠിക്കണം. നമ്മൾ ഈ ദിവസങ്ങൾ അത് പഠിക്കാൻ വേണ്ടി പോവാം.
ഹാലലൂയ. നന്ദി പിതാവ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാനിന്ന് പ്രാർത്ഥിച്ചു ബ്ലസ് ചെയ്യുന്നപ്പ. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് എന്നെ ഒരു ബെൻസൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ ദൈവം തൊടുന്നാട്ട് പറഞ്ഞു. ബെൻസനുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് സൂമിലോ ലൈവിലോ എന്നെ കേൾക്കുന്നുവെങ്കിൽ ബെൻസൺ, അതൊരു വിളിപ്പേരാണോ സ്വന്തം പേരെന്ന് എനിക്കറിയത്തില്ല, ബെൻസൺ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ ബെൻസന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ബെൻസന്റെ ജീവിതത്തിൽ ഞാൻ ബെൻസന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഒരു സഹോദരി രക്തബന്ധം എന്നെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വ്യക്തിയെയും കർത്താവ് തൊടുന്നായിട്ട് പറയുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ദൈവശക്തിയുടെ പ്രദർശനം ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ ഉണ്ടാകട്ടെ. ഞാൻ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. നന്ദി യേശുവേ, നന്ദി കർത്താവേ. ആ ബെൻസനുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, ആമേൻ പറഞ്ഞ് ആ മകന് വേണ്ടി ഏറ്റെടുത്തോണം. യേശു ഇന്ന് ആ മകന്, സിസ്റ്ററുടെ മോനാണോ പറഞ്ഞിരിക്കുന്ന? ആരാ പേര് പറഞ്ഞു ഒന്ന്? ബെൻസൺ പറഞ്ഞത് ആരാ ഇപ്പം മകനാന്ന് പറഞ്ഞത്? ആള് മ്യൂട്ടായി പോയോ? ബെൻസൺ മോനാന്ന് പറഞ്ഞത് ആരാണോ യേശുവിന്റെ നാമത്തിൽ സഹോദരി ഏറ്റെടുത്തോണം. ദൈവം തൊടാൻ വേണ്ടി പോവാ യേശുവിന്റെ നാമത്തിൽ. ഇന്നത് ഏറ്റെടുത്തു. ഒരു സഹോദരിയും കൂടെ ഈ ബെൻസൺ ഉണ്ട്, ഞാൻ പ്രാർത്ഥിക്കും കാണുന്ന സഹോദരിയും കൂടെ ഉണ്ട്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. പരിശുദ്ധാത്മാവിന്റെ വലിയ മഹത്വം ഇന്ന് കുടുംബത്തിന്റെ മേൽ വെളിപ്പെടുന്നല്ലോ. ഈ ദിവസങ്ങളിൽ ശക്തിപ്പെട്ടോണം കേട്ടോ. നിങ്ങളുടെ ജീവിതം മാറാൻ വേണ്ടി പോവാ. നമ്മളിങ്ങനെ പ്രതികൂലവും പ്രശ്നവും, ഞാൻ പറഞ്ഞില്ല, കുറെ പാട്ടൊക്കെ പാടിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കേണ്ട ആൾക്കാരൊന്നും അല്ല നമ്മൾ അങ്ങനെയുള്ള പാട്ടുകളൊന്നും പാടരുത്. ഞാൻ ദൈവത്തെ ഓർത്ത് പറയുക, അങ്ങനെയുള്ള പാട്ട് ഞാൻ പാടത്തില്ല കേട്ടോ. കാരണം പാടുമ്പോൾ എനിക്കറിയാം, ഞാൻ എൻ്റെ നാവിലൂടെ ഞാനത് പ്രവചിക്കുന്ന ആളാണ്. ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളും അങ്ങനെ തന്നെയാണ്. നമ്മൾ പല പാട്ടുകളും ശ്രദ്ധിച്ച് പാടിക്കൊണ്ട് ഇനി മുതൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പം. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. പരിശുദ്ധാത്മാവെ, ഞാനൊരു കുടുംബത്തെ കർത്താവിനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ താലിമാല നിങ്ങൾക്ക് അറിയാലോ. ഈ മാല വീടിൻ്റെ ബെഡ്റൂമിൽ ഒരു മുഖം നോക്കുന്ന കണ്ണാടിയുടെ അതിൻ്റെ തൊട്ടു മുകളിൽ ഒരു ആണിയിൽ ഇങ്ങനെ തൂക്കിയിടുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ ദിവസങ്ങളിൽ വല്ലാത്ത ചില ഭയപ്പെടുത്തുന്ന ചില സ്വപ്നങ്ങൾ കണ്ട് ഭയപ്പെടുത്തുന്ന ചില മേഖലകളുണ്ട് യേശുവിൻ്റെ നാമത്തിൽ. അത് മാത്രമല്ല, ആ വ്യക്തിയുടെ ജീവിതത്തിൽ വല്ലാത്തൊരു ആകുല ഭയമുള്ള വ്യക്തിയാണ്. ഈ ഒരു അടയാളം കർത്താവ് എന്നെ കാണിച്ചതാണ്. ഇന്ന് എന്നെ ആ വ്യക്തി കേൾക്കുന്നത് സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, ഇപ്പോൾ കർത്താവിനോട് പറയുന്നു, ഈ ദിവസങ്ങളിൽ വിളിച്ചു പറയണം, ഞാൻ ഭയപ്പെട്ടതൊന്നും എൻ്റെ ജീവിതത്തിൽ നടക്കത്തില്ല, ഞാൻ വിശ്വസിക്കുന്നത് നടക്കുമെന്ന് ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. ഇന്ന് ആ വ്യക്തി കേൾക്കുന്നുവെങ്കിൽ ആമേൻ പറഞ്ഞ് ആലോചന സ്വീകരിച്ചോണം. ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടി പോവാ. നന്ദി കർത്താവ്. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. ഞാൻ ഈ ആലോചന ഇടപെടുന്നവർക്ക് വേണ്ടിയാണ് മൈക്ക് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. കാര്യം ഒത്തിരി ആൾക്കാർക്ക് അത് കേൾക്കണമെന്ന് റിസീവ് ചെയ്യണമെന്ന് ആഗ്രഹം ഉള്ളത് കൊണ്ടാണ്. ബാക്കി എല്ലാവരും, നിങ്ങളോടാണ് സൂമിൽ ഈ ആലോചന നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അടയാളമാണെങ്കിൽ മാത്രം നിങ്ങൾ മ്യൂട്ട് മാറ്റി പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഇത് ഇത്രയും ആളുകൾ, എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ കാണുന്ന പോലെ തന്നെ യൂട്യൂബിലും ഏകദേശം 1000-2000 അടുത്ത ആളുകൾ കാണുന്നുണ്ട്. ഇവരെല്ലാവരും ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ആലോചനയിൽ വിശ്വസ്തനാണ്. ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ഉള്ളത്തിലൂടെ കർത്താവ് ഉറപ്പായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. നന്ദി കർത്താവേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ ആ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. കർത്താവോട് പറയുന്നു, തകരത്തില്ല കേട്ടോ. യേശുവിൻ്റെ നാമത്തിൽ ജീവനിൽ വാഴാൻ വേണ്ടി പോവുക. നന്ദി കർത്താവേ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഇന്ന് അവിടെ സംഭവിക്കട്ടെ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു ലാലു അലക്സ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പേര് കർത്താവ് എൻ്റെ ഉള്ളത്തിൽ തരികയാണ്. ആ ഭവനത്തെ കർത്താവ് തൊടുന്നതായിട്ട് പറയുന്നു. പ്രത്യേകിച്ച് ആ വ്യക്തിയുടെ ഭവനത്തെ ദൈവം സ്പർശിക്കുന്നതായിട്ട് പറയുന്നു. ഇപ്പോൾ ഞാൻ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് തുറന്നു പ്രാർത്ഥിക്കുന്നപ്പ. ആ ഭവനത്തിൻ്റെ മേൽ ദൈവപ്രവൃത്തി ഇന്ന് തുറക്കട്ടെ. ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ എൻ്റെ കർത്താവിൻ്റെ ഉള്ളത്തിൽ പറയുകയാണ്, മരണം നീങ്ങി ജീവൻ വെളിപ്പെടാൻ വേണ്ടി പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ തുറന്നു പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവെ, സകല വിഷയത്തിൽ നിന്നും ആ കുടുംബം യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രക്ഷയിലേക്ക് വരട്ടെ. ദൈവികമായ സന്തോഷത്തിലേക്ക് ആ ഭവനം വരട്ടെ.
ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവേ നന്ദി കർത്താവേ, വലിയ മഹത്വത്തെ കർത്താവ് അങ്ങ് അയക്കുന്നല്ലോ അപ്പാ. ആമേൻ പറഞ്ഞ ആലോചനയെ സ്വീകരിച്ചോ. ദൈവത്തിന്റെ പ്രവൃത്തി ആ കുടുംബത്തിന്റെ മേൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു. ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തേ. ഇതാരീ കഥ പറയാൻ വേണ്ടി ഇങ്ങനെ മ്യൂട്ട് മാറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കുറേ നേരമായിട്ട്. സാധാരണ എല്ലാവരും മൗനമായിരിക്കുന്ന ആൾ. അനാവശ്യമായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലെഫ്റ്റ് ചെയ്യാം. കർത്താവെ ഞാനിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഒരു ഭവനത്തിന് വേണ്ടി കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ വലിയൊരു കൺഫ്യൂഷനിലൂടെ കടന്നു പോവുകയാണ്. ആ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഡോക്യുമെൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യണോ വേണ്ടയോ എന്നൊരു കൺഫ്യൂഷൻ്റെ അകത്താണ് ഈ ദിവസങ്ങളിൽ നടക്കുന്നത്. അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള അതിൻ്റെയുള്ള പ്രശ്നങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസുകൾ, വിഷയങ്ങൾ, മുന്നോട്ടുള്ള കാര്യങ്ങളെ ഓർത്ത് ഭാരപ്പെട്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ഭയപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഇങ്ങനെ പറയുകയാണ്, യേശുവിൻ്റെ നാമത്തിൽ ഈ വരുന്ന 2 ആഴ്ച നിങ്ങളുടെ മുമ്പിൽ, ഈ ദിവസങ്ങളിൽ എത്ര ഭാരങ്ങൾ വന്നാലും മൈൻഡ് ചെയ്യരുത്. ഈ 2 ആഴ്ച തീരുന്നതിനന്ന് ദൈവപ്രവൃത്തി കർത്താവ് ചെയ്യാൻ വേണ്ടി പോകുന്നു. കൺഫ്യൂഷൻ ആകണ്ട, അത് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം. ആ വ്യക്തി തന്നെ ഇടപെട്ട് നിങ്ങൾക്ക് വേണ്ടി അത്ഭുത സാക്ഷ്യമായി ദൈവം തീർക്കാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഞാനത് യേശുവിൻ്റെ നാമത്തിൽ തുറന്നു പ്രാർത്ഥിക്കുന്നപ്പ അത്ഭുത സാക്ഷ്യമായി ആ വ്യക്തിയുടെ ഭവനം മാറട്ടെ. ഞങ്ങളിപ്പോൾ തുറന്നു പ്രാർത്ഥിക്കുന്നപ്പ കർത്താവിൻ്റെ കൃപ വ്യാപരിക്കട്ടെ. ആ തടസ്സം അവിടെ നീങ്ങട്ടെ. ആ തടസ്സമായി നിൽക്കുന്നത്, ആ ഡോക്യുമെന്റിന്റെ മേൽ യേശുവിൻ്റെ നാമത്തിൽ പ്രതികൂലമായി നിൽക്കുന്നത് മാറട്ടെ. ആമേൻ പറഞ്ഞത് ഏറ്റെടുത്താട്ടെ. ദൈവത്തിന്റെ പ്രവൃത്തിയെ യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നപ്പ പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തി പറഞ്ഞു. ഹലോ ബ്രദർ, പിന്നെ പറഞ്ഞു. ഡോക്യുമെന്റിന്റെ കാര്യം അത് എന്റേതാണ് ബ്രദർ. പിന്നെ നമുക്ക് ഒരു വിഷയം നടക്കാത്തത് കാരണം പിന്നെ വീട്ടിന്റെ പ്രമാണം KSFB-യിൽ വെച്ച് ക്യാഷ് ആവശ്യമായിട്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ വെച്ച് എടുത്താലോ? അപ്പൊ വീണ്ടും അങ്ങ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ബ്രദർ. ഇന്ന് ഞാനും എന്റെ ഹസ്ബൻഡുമായിട്ട് അതേ ചൊല്ലി സംസാരമായി. അപ്പൊ പറഞ്ഞു വേണ്ട, 2 ദിവസം കൂടെ നോക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാന്ന് ഇങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുന്നു. സിസ്റ്റർ, അത് കർത്താവ് ഇടപെട്ട് തൊട്ട് ആ വിഷയത്തെ യേശുവിൻ്റെ നാമത്തിൽ ഈ 2 ആഴ്ച നിങ്ങൾ ആ പേപ്പറുകൾ കൈവച്ച് പ്രാർത്ഥിച്ചോണം. ഒരു വഴി ദൈവം തുറക്കും. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരു വഴി തുറക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നോണം. മുടങ്ങിക്കിടന്ന ചില മേഖലകളെ കർത്താവ് തുറക്കാൻ വേണ്ടി പോവാണ്. അതിൻ്റെ മേൽ ദൈവം സാക്ഷ്യമാക്കാൻ വേണ്ടി പോവാണ്. ഈ ദിവസങ്ങളിൽ കർത്താവ് ഇടപെടും കേട്ടോ, യേശുവിൻ്റെ നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അതോടൊപ്പം തന്നെ ഈ പെടലിയുടെ പുറകുവശത്തായിട്ട് വേദന അനുഭവിക്കുന്ന വ്യക്തികളെ കർത്താവ് ഇന്ന് സ്പർശിക്കാൻ വേണ്ടി പോവാണ്. ഞരമ്പുകളുടെ പ്രശ്നമാണത്. ജീവിതകാലം മുഴുവൻ അങ്ങനെ ആയി തീരുമെന്ന് വാദിച്ചു കയറിയത് ഇപ്പോൾ യേശുവിൻ്റെ അടിപ്പിണരുകളാൽ ഇപ്പോൾ തന്നെ ആ വേദനകളുടെ മേൽ അത്ഭുത സൗഖ്യത്തെ കർത്താവ് ചെയ്യും. ഇപ്പം സൗഖ്യമാ, നാളെയല്ല, ഇപ്പം സൗഖ്യമാ. കാര്യം കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നവരാൽ അടയാളങ്ങൾ നടക്കും. നാളെയല്ല, ഇന്ന്. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിലെ രോഗബന്ധനങ്ങൾ സൗഖ്യമാകുന്നു, രോഗശക്തികൾ സൗഖ്യമാകുന്നു. ഇപ്പോൾ തന്നെ ആ ദുരാത്മാക്കൾ ശരീരം വിട്ട് മാറിപ്പോകുന്നു. യേശുവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവിൻ്റെ വലിയ മഹത്വം ഇന്ന് വെളിപ്പെടുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, കർത്താവിൻ്റെ വലിയ മഹത്വത്താൽ ഇന്ന് സൗഖ്യങ്ങളെ നടക്കുന്നല്ലോ. ശരീരത്തിൻ്റെ മേലേക്ക് പരിശുദ്ധാത്മാവെ അങ്ങയുടെ ശക്തി അങ്ങ് അയക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാൻ കാണുന്നൊരു കാഴ്ച, ഈ മുട്ടിൻ്റെ പുറകുവശത്ത് തൊട്ടുമുള്ളിൽ നമ്മുടെ ആ തൈസിൻ്റെ ഭാഗത്ത്, അതിൻ്റെ ബാക്ക് സൈഡിൽ ഭയങ്കര വേദന, ഇങ്ങനെ നമ്മൾ അള്ളിപ്പിടിക്കുന്നത് പോലെ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ദിവസങ്ങൾ ആ വേദന നിൽക്കും. അങ്ങനെ അനുഭവിക്കുന്ന വ്യക്തി ഇപ്പോൾ ആ കൈയെടുത്ത് വെച്ച് ഇനി മേലാൽ ആ വേദന വരത്തില്ല. വേദന എനിക്കുണ്ടെന്ന് പറയുന്നതിനല്ല, ഇപ്പോൾ പൂർണ്ണ സൗഖ്യം സാക്ഷ്യം പറയാൻ വേണ്ടിയാണ്. യേശുവിൻ്റെ അടിപ്പിണരാൽ ഇപ്പോൾ സൗഖ്യം വന്നിരിക്കുന്നു. ഏറ്റെടുത്ത് ഇപ്പോൾ അത് സംഭവിക്കുന്നു. കർത്താവിൻ്റെ അത്ഭുത സൗഖ്യത്തെ ഇന്ന് സംഭവിക്കുന്നപ്പ ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നപ്പ അത്ഭുതകരമായ വിടുതൽ അവിടെ സംഭവിക്കുന്നല്ലോ. അത്ഭുതകരമായ സാക്ഷ്യം എന്ന് സംഭവിക്കുന്നല്ലോ.
നന്ദി കർത്താവേ, നന്ദി കർത്താവേ, അത്ഭുത സൗഖ്യത്തിന് നന്ദി കർത്താവ്. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു വ്യക്തിയെ കാണിക്കുകയാണ്. അതായത് ഈ കാതിലിട്ടിരുന്ന കമ്മൽ ഒരു വ്യക്തിക്ക്, ഒരു കൂട്ടുകാരിക്ക് ഊരിക്കൊടുത്തിട്ട് ഇപ്പം സ്വർണ്ണമല്ല, ഡ്യൂപ്ലിക്കേറ്റ് ഒരു കമ്മൽ ഈ കാതിലിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. സാമ്പത്തികമായി കൊടുത്ത് ഞെരുക്കത്തിലൂടെ കടന്നുപോയ വ്യക്തിയാണ്. പക്ഷേ പല ആളുകളും വഞ്ചിച്ചു, പലതും നഷ്ടപ്പെട്ടു പോയി. ഇപ്പം ഇട്ടിരിക്കുന്നത് പോലും ഇതിനെ കാണുന്ന കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പലർക്കും കൊടുത്തിട്ട് പലതും നഷ്ടപ്പെട്ടു പോയിട്ട് പലർക്കും ജാമ്യം നിന്നിട്ട് കുടുക്കിൻ്റെ അകത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ആ വ്യക്തിയോട് കർത്താവ് പറയും, ഇനി ഒരു തീരുമാനം എടുക്കുമ്പോൾ പ്രാർത്ഥിക്കണം. ഇങ്ങനൊരു വാക്ക് പറ, ദൈവഹിതമല്ലാത്തതൊന്നും എനിക്ക് വേണ്ട എന്ന് എല്ലാ ദിവസവും പറഞ്ഞോണം. കർത്താവെ, നഷ്ടപ്പെട്ട നന്മകൾ യേശുവിൻ്റെ നാമത്തിൽ മടങ്ങി വരട്ടെ എന്ന് കൽപ്പിച്ചോണം. ഇന്ന് ആ വ്യക്തിയെ കർത്താവ് സ്പർശിക്കുകയാണ്. ആ വ്യക്തിയുടെ മേൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു. വഞ്ചിക്കുവാൻ, നിങ്ങളെ കൺഫ്യൂഷൻ അടുപ്പിച്ച് കയറിക്കൂടിയ സകല വിശ്വാസുക്കളും ഇപ്പോൾ തന്നെ കുടുംബം വിട്ട് മാറിപ്പോകുന്നു. ആ വ്യക്തി ആരാണോ സൂമിലോ ലൈവിലോ എന്നെ കേൾക്കുന്നുവെങ്കിൽ ഈ അടയാളം ശ്രദ്ധിക്കുക. യേശുവിന്റെ നാമത്തിൽ ദൈവാത്മാവിൽ ആമേൻ പറഞ്ഞതിനെ സ്വീകരിച്ചാട്ടെ. കർത്താവ് ആമേൻ ബ്രദറെ, ഞാൻ തന്നെയാണ് കമ്മലും കാശും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ എന്നെ വഞ്ചിച്ചു. ഇപ്പൊ ഞാനൊരു ഹോം നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ്. സിസ്റ്ററുടെ കാര്യമാണ് ഇപ്പൊ ഇടപെട്ടത് സിസ്റ്ററെ. അതെ, കമ്മലും കാശൊക്കെ ഞാൻ ഓരോരുത്തർക്ക് കൊടുത്തിട്ടുണ്ട്. ജാമ്യം നിന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ വീട് വിട്ടു നിൽക്കേണ്ട അവസ്ഥ. പ്രയറിന് പോലും പോവാൻ പറ്റുന്നില്ല. ഈ കാര്യം സിസ്റ്റർ എന്നോട് പറഞ്ഞിട്ടുണ്ടോ സിസ്റ്ററെ? ഇല്ല, പറഞ്ഞിട്ടില്ല. കർത്താവ് അത് അറിയുന്നുണ്ട്. കമ്മല് പോലും, ആ കാര്യങ്ങൾ പോലും കർത്താവ് അറിയുന്നു സിസ്റ്റർ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് കർത്താവെ, പ്രിയമകളെ വഞ്ചിച്ച് പല രീതിയിൽ കർത്താവെ ഇന്ന് കർത്താവെ കൊടുക്കാൻ നോക്കിയ സകല വിഷയങ്ങൾ ഇപ്പോൾ ഞാനത് ബ്രേക്ക് ചെയ്യുന്നു. വീട്ടിൽ പോലും നിൽക്കാൻ പറ്റാത്ത രീതിയിൽ പ്രിയമകളെ ഓടിച്ചതിനെ ഞങ്ങൾ ഇപ്പോൾ അതിനെ ബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു. പിശാചിന്റെ പ്രവൃത്തികളെ അഴിച്ചു പ്രാർത്ഥിക്കുന്നു. അപ്പൊ അത്ഭുത വിടുതൽ സിസ്റ്ററെ യേശുവിന്റെ നാമത്തിൽ അത് സ്വീകരിച്ചു. ഇന്നു മുതൽ നഷ്ടപ്പെട്ടു പോയത് മടങ്ങി വരും. അവര് പലപ്പോഴും സ്നേഹത്താൽ നമ്മളെ സ്നേഹത്താൽ കൊടുക്കുന്നത്, പക്ഷേ പല ആളുകളും അത് മിസ്യൂസ് ചെയ്ത് നമ്മളെ എന്ത് ചെയ്തു, നമ്മളെ ചൂഷണം ചെയ്തതാണ്. എന്നാൽ യേശുവിന്റെ നാമത്തിൽ ദൈവം അത് മടക്കി തരും. ദൈവം ഇന്നു മുതൽ കർത്താവ്, ദൈവഹിതമല്ലാത്ത ഒരു ബന്ധവും എനിക്ക് വേണ്ട. പറഞ്ഞോണം, ദൈവഹിതമല്ലാത്ത ഒരു കൂട്ടുകൂട്ടും എനിക്ക് വേണ്ട. കാരണം ഞാൻ പലപ്പോഴും പറയും, കൊടുക്കൽ വാങ്ങലുകളാണ് പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ. ഇന്ന് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ആ കൊടുക്കൽ വാങ്ങൽ നിമിത്തമുണ്ടായ തകർച്ചകളെ ബ്രേക്ക് ചെയ്യുന്നു. വീട്ടിൽ പോലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പോൾ അതിന്റെ മേൽ സ്വാതന്ത്ര്യത്തെ കൽപ്പിക്കുന്നപ്പ, യേശു തന്ന അധികാരത്തെ ഉപയോഗിക്കുന്നു. അത്ഭുത വിടുതലിനെ കൽപ്പിക്കുന്നപ്പ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. നന്ദി കർത്താവേ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ മറ്റൊരു ഭവനം കാണിക്കുന്നു. ഈ ഒരു കടുവയുടെ ചിത്രം, അത് ഇരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ, കടുവയുടെ ചിത്രം അതിങ്ങനെ ചാടി നിൽക്കുന്ന ഒരു ചിത്രമാണ്. പക്ഷെ അത് ഇരിക്കുന്ന സ്ഥലം ഒരു ബെഡ്റൂമിലാണ്. ആ ഒരു ബെഡ്റൂമിലാണ് ഈ ചിത്രം ഇരിക്കുന്നത്. ആ ഒരു കുടുംബത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ, ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ ഒരു സഹോദരനുണ്ട്. ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാനും ഈ കുടുംബത്തെ ഒരു അടയാളമായിട്ട് കർത്താവ് എന്നെ കാണിക്കുകയാണ്. ഇതിന്റെ പടം ഇങ്ങനെ കാണുന്നു. അത് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് ഒരു സഹോദരനുണ്ട്. ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുവാനും ആ സഹോദരന്റെ കർത്താവിനെ കാണിക്കുന്ന ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക. വലിയൊരു അനർത്ഥം ആ ഭവനത്തിൽ നിന്ന് വിട്ടുപോകുന്നതായിട്ട് പറയുന്നു. ഈ അടയാളം ഉള്ള ഭവനം യേശുവിന്റെ നാമത്തിൽ ഇന്ന് ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഏറ്റെടുത്താട്ടെ. കർത്താവ് തുറക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ, ആ ഭവനം ഇന്ന് യേശുവിന്റെ നാമത്തിൽ സ്വീകരിക്കുവാൻ തയ്യാറെങ്കിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിലെ അവസ്ഥകളെ മാറ്റാൻ വേണ്ടി പോകുന്നു. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ, അഭിഷേകത്താൽ അതിനെ തൊടുന്നു. അഭിഷേകത്താൽ ആ വിഷയത്തെ സ്പർശിക്കുന്നു. ആ പ്രിയ വ്യക്തിയുടെ മേലേക്ക് കർത്താവ് ഒരു എനർജി വ്യാപരിക്കട്ടെ. ദൈവശക്തിയുടെ വ്യാപാരം ഇന്നുണ്ടായി വരട്ടെ. അനുഗ്രഹിച്ചിന്ന് പ്രാർത്ഥിക്കുന്നപ്പ യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഞാൻ മറ്റൊരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുന്നു. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. ഒരു 14,000 രൂപ വായ്പ എടുത്ത് തുടങ്ങിയതാണ്. 14,000 രൂപ എന്നൊരു തുകയാണ്. കുറേ നാൾക്ക് മുമ്പ് തുടങ്ങിയതാണ്. എന്നാൽ ആ എടുക്കുന്നത് നിമിത്തം പിന്നീട് വലിയ സാമ്പത്തിക കുരുക്കിലേക്ക് പോയി.
വീണ്ടും വീണ്ടും എടുക്കേണ്ട ചില അവസ്ഥകൾ വന്നു. പിന്നെ എടുത്തു. പിന്നീടാണ് മനസ്സിലായത് അത് വലിയൊരു കുരുക്കായിരുന്നുവെന്ന്. തുടങ്ങിയത് 14,000 എന്നൊരു സംഖ്യയിൽ നിന്നാണ്. എത്ര പ്രാർത്ഥിച്ചിട്ടും ആ വിഷയം നീങ്ങുന്നില്ല. ഇതൊരു കുരുക്കാണ്. ഇപ്പോൾ ഞാൻ കുരുക്കിനെ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ പ്രിയമക്കളുടെ ജീവിതത്തിൽ ആ തകർച്ച കയറിക്കൂടി, ഞെരുക്കം കയറിക്കൂടിയത് ഏത് വ്യക്തിയാണോ ഇന്ന് ആ വ്യക്തിയെ ഇപ്പോൾ തന്നെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആ കുരുക്കുകൾ ഇപ്പോൾ അഴിയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പ ഇത് കേൾക്കുന്ന വ്യക്തി ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ആലോചനയെ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോണം. ആ സകല വിഷയങ്ങളും ഇപ്പോൾ തന്നെ ഞങ്ങൾ ആ കുരുക്കിനെ അഴിച്ചു പ്രാർത്ഥിക്കുന്നപ്പ നന്മ കയറട്ടെ. ഇനി എല്ലാം നഷ്ടപ്പെട്ടു പോകുമെന്ന് വാദിച്ചു നിൽക്കുന്നത് ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ നന്മയായി തീരട്ടെ, സാക്ഷ്യമായി മാറട്ടെ. അത്ഭുതകരമായ പ്രവൃത്തിക്ക് വേണ്ടി വേർതിരിക്കുന്നപ്പ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഇത് പറയാനുള്ളവരല്ല ആണെങ്കിൽ നിങ്ങൾ മ്യൂട്ട് മാറ്റിയാൽ മതി, സൂമിലാണെങ്കിൽ. അല്ലാത്ത പക്ഷം ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തു. ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങൾ ആമേൻ പറഞ്ഞാൽ മതി, മ്യൂട്ട് മാറ്റിയിട്ട്. ഇല്ലെങ്കിൽ വേണ്ട, അത് മറ്റൊരാൾക്ക് വേണ്ടിയുള്ള ഒരു ആലോചനയാണ്. അല്ലാത്തൊരു വെറുതെ മ്യൂട്ട് മാറ്റല്ലേ. യേശുവിന്റെ നാമത്തിൽ ഞാൻ കർത്താവിനെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പറയാൻ വേണ്ടിയാണോ സിസ്റ്റർ മ്യൂട്ട് മാറ്റി? ആമേൻ പറഞ്ഞത് ഏറ്റെടുക്കാൻ വേണ്ടിയാണെങ്കിൽ ഏറ്റെടുക്കുക. അല്ലാത്ത പക്ഷം യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ മ്യൂട്ട് ചെയ്തിരിക്കുക. നന്ദി കർത്താവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവ് ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ ഇന്ന് രോഗത്താൽ ഭാരപ്പെടുന്നവര്, പ്രതിസന്ധിയിലൂടെ കടന്നു രോഗത്താൽ ഭാരപ്പെടുന്നവർ യേശുവിന്റെ നാമത്തിൽ കൈയെടുത്ത് വെച്ച് ഈ ദിവസങ്ങളിൽ നിങ്ങൾ രോഗികളെ കാണുമ്പോൾ എത്ര പേര് ഇപ്പൊ വിശ്വാസത്താൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുന്നവരല്ല, നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോകേണ്ടവരല്ല, സൗഖ്യമാക്കാൻ വേണ്ടി പോകേണ്ടവരാ. ബൈബിളിൽ ഒരു സ്ഥലത്ത് പോലും, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ യാക്കോബിന്റെ ലേഖനത്തിൽ മൂപ്പന്മാരെ വിളിച്ച് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്നല്ലാതെ അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താന്നുള്ളത്. ബാക്കി ഒരു സ്ഥലത്ത് പോലും രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ യേശു പറഞ്ഞിട്ടില്ല. മത്തായി 10 പറയും, നിങ്ങൾ പോയി രോഗികളെ സൗഖ്യമാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിക്കുവിൻ. മർക്കോസിന്റെ 14 പറഞ്ഞ്, രക്ഷിക്കപ്പെട്ടവൻ രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരും. പ്രാർത്ഥിക്കാൻ വേണ്ടി ആരും പോകരുതേ, സൗഖ്യമാക്കാൻ വേണ്ടിയേ പോകാവുള്ളൂ. എൻ്റെ കൂടെ പറഞ്ഞ്, പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ പോകത്തില്ല, സൗഖ്യമാക്കാനേ പോകാൻ യേശു പറഞ്ഞേക്കെന്ന് പറ. എന്റെ കൈ യേശുവിന് വേണം. എന്റെ കരത്തിലൂടെ യേശു പ്രവർത്തിക്കും. എന്റെ കരത്തിലൂടെ രോഗികളെ യേശു സൗഖ്യമാക്കും. ആമേൻ. ഇതാണ് എന്റെ മേലുള്ള പദ്ധതികൾ. കർത്താവെ, ഞാൻ രോഗസൗഖ്യത്തിനായി ആഗ്രഹിക്കുന്നവരെ ഇപ്പോൾ തന്നെ യേശുവിന്റെ അടിപ്പിണരുകളാൽ ഞങ്ങൾ ആ സൗഖ്യത്തെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ അവർ രോഗങ്ങളെ സൗഖ്യമാക്കുന്നു. അവർ എല്ലാ ഞെരുക്കങ്ങളെ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ വിശാലതയിലേക്ക്, ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഉണ്ടാകട്ടെ. സാമ്പത്തിക തകർച്ചകൾ തകരട്ടെ. ഒരു വീട് പണിയുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ വീടിൻ്റെ മുകളിലോട്ട് പണിയാൻ വേണ്ടിയാണ്, ഒരു നിലയും കൂടെ പണിയാൻ വേണ്ടി തുടങ്ങിയതാണ്. ആ തുടങ്ങിയ നിമിഷം മുതൽ ഊഹിച്ചതിലും പ്രതീക്ഷിച്ചതിലും എല്ലാം അപ്പുറമായി കടം കയറി പല പ്രതികൂലത്തിലൂടെ കടന്നുപോയി. ഇന്നത് കംപ്ലീറ്റ് ആക്കാൻ പോലും ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ഒരു കംപ്ലീറ്റ് ആക്കാൻ പോലും കഴിയാതെ വല്ലാത്ത സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്ന ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിനോട് പറയുന്നു, നിങ്ങളെ കൊടുക്കാൻ നോക്കിയ വ്യക്തി ഉൾപ്പെടെ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് അതിൻ്റെ മേൽ വലിയ ദൈവപ്രവൃത്തി കർത്താവ് ചെയ്യുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവെ, ഇങ്ങനെ വലിയ അത്ഭുതത്തിനായി നന്ദി പറയുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് എന്നെ ഒരു ഉഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കാണിക്കുന്നു. ഉഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് തന്നെ ഉഷയുമായിട്ട് ബന്ധപ്പെട്ട് ദൈവാത്മാവുടെ മറ്റൊരു വ്യക്തിയെ കണക്ട് ചെയ്യുകയാണ്. ഉഷയും കർത്താവ് ആ വ്യക്തിയെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഉഷയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരു സൂസനെയും സൈമണേയും കർത്താവ് എന്നെ തൊടുന്നതായിട്ട് പറയുന്നു. ഈ 3 പേരുമായി ബന്ധപ്പെട്ട ഉഷ ആരാണോ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ വലിയ പ്രവൃത്തിയെ കർത്താവ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ആ 3 പേരുമായി ബന്ധപ്പെട്ട 3 കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ദൈവപ്രവൃത്തികളെ കർത്താവ് അയക്കാൻ വേണ്ടി പോവാന്ന് പറയുന്നത്. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇപ്പോൾ തന്നെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സ്വീകരിച്ചോ. ദൈവപ്രവൃത്തികളെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാനത് തുറന്നു പ്രാർത്ഥിക്കുന്നു. പറഞ്ഞു. എന്റെ പേര് സൂസി എന്നാണ്. എന്റെ കൂട്ടുകാരത്തി ഉഷ, എന്റെ ആങ്ങള സൈമൺ. ഈ 3 പേരുമായിട്ട് ബന്ധപ്പെട്ട് ആങ്ങള 1-ാം തീയതി ബ്രദർ ഒരു ആലോചന പറഞ്ഞായിരുന്നു.
സൈമൺ എന്ന് പറഞ്ഞ ഒരാളെ അതിന് എന്താ എനിക്കത് മറന്നുപോയി പറയാൻ, അത് മനസ്സിലുണ്ട്, വരുന്നില്ല ബ്രദറെ. ഓർത്ത് എഴുതി വെച്ചോണം ആലോചനയൊക്കെ. അതും ഞാൻ ഏറ്റെടുത്ത് അനർത്ഥം ഇങ്ങനെ വരുമെന്ന് ഭയപ്പെടണമെന്നും പറഞ്ഞു. അപ്പൊ അത് ഞാൻ ആലോചന ഏറ്റെടുക്കണേ. ഇന്ന് ഇത് സൈമൺ എന്റെ ആങ്ങളെ, ഉഷ എന്റെ കൂട്ടുകാരത്തി. ഈ 3 പേരെ ബന്ധപ്പെടുത്തി കർത്താവിന്റെ ഒരു പ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മുടെ ബുദ്ധിക്ക് അപ്പുറമായ കാര്യങ്ങൾ ചെയ്യുന്ന കർത്താവാണ്. ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവ് രോഗികളായി ഭാരപ്പെടുന്നവർ കൈയെടുത്ത് വെച്ച് എന്നിട്ട് പറ, യേശു എന്റെ രോഗത്തെ അനുഭവിച്ചത് ഞാൻ അനുഭവിക്കേണ്ട കാര്യമില്ല. രോഗം യേശു മാറ്റിയതാ. കർത്താവ് എനിക്ക് വേണ്ടി മുറിവേറ്റതാ. ഞാൻ രോഗം ചുമക്കേണ്ട വ്യക്തിയല്ല, ഞാൻ സൗഖ്യത്തെ വഹിക്കുന്ന വ്യക്തിയാണ്. ഇപ്പോൾ യേശുവിന് ആ കണ്ണാടിയൊക്കെ ഊരി മാറ്റിട്ടെന്ന് പറ. ജീവിതകാലം മുഴുവൻ കണ്ണാടി വെക്കാണെന്ന് പറ്റത്തില്ലെന്ന് പറ. കർത്താവിന്റെ നാമത്തിൽ പറഞ്ഞ കാഴ്ച പറഞ്ഞ് കണ്ണാടിയുടെ സഹായമില്ലാതെ ഞാൻ കാണും. കർത്താവെ, എൻ്റെ ശരീരം ഓരോ ദിവസവും കഴുകനെ പോലെ പുതുക്കം പ്രാപിക്കും. കഴുകനെ പോലെ യൗവനം പുതുക്കം പ്രാപിക്കും. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പ ആ വേദനകൾ വിട്ടുമാറട്ടെ. രോഗത്തോട് കൽപ്പിക്കുന്നു, ഇപ്പോൾ തന്നെ ശരീരം വിട്ടുമാറട്ടെ. എല്ലാ പിശാചുക്കളോടും കൽപ്പിക്കുന്നു, കുടുംബത്തിൽ സമാധാനം കൊടുക്കാതെ എല്ലാം വിട്ടുമാറട്ടെ. എല്ലാ ശാപശക്തികളും വിട്ടുമാറട്ടെ. ഒന്നിനു പുറകെ ഒന്നായി ഉണ്ടാകുന്ന സകല പ്രശ്നങ്ങളും ഇപ്പോൾ ഞങ്ങൾ അതിനെ വെട്ടിമാറ്റുന്നപ്പ അത്ഭുത സൗഖ്യങ്ങൾ, അത്ഭുത വിടുതലുകൾ, അത്ഭുതകരമായ പ്രവൃത്തികൾ, സാമ്പത്തിക നഷ്ടങ്ങൾ സാക്ഷ്യമായി മാറട്ടെ. അത്ഭുത സാക്ഷ്യമായി തീരട്ടെ. സകല പ്രതികൂലങ്ങളും നീങ്ങട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന ഈ ദിവസങ്ങളിൽ ബിസിനസ്സിൽ, ജോലിയിലൊക്കെ നന്മ നിറയട്ടെ. ഉയർച്ച ഉണ്ടാകട്ടെ. സകല മേഖലകളിലും വർധനവുണ്ടാകട്ടെ. രാജ്യങ്ങളുടെ നന്മ തുറന്നു വരട്ടെ. പരീക്ഷകളിൽ തുടർമാനമായി പരാജയം ഉണ്ടാകുന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ നശിപ്പിക്കാൻ നോക്കുന്ന സകലത്തെയും ആത്മാവിൽ വെട്ടിമാറ്റുന്നവ ജയം ഉണ്ടാകട്ടെ. ആത്മാവിൽ ശക്തി വ്യാപരിക്കട്ടെ. കുടുംബങ്ങളുടെ മേൽ സമാധാനം ഉണ്ടാകട്ടെ. തലമുറകളെ പിടിച്ചു വെക്കുന്ന സകല പിശാചുക്കളെ ഇപ്പോൾ എൻ്റെ കരങ്ങളെ വെട്ടിമാറ്റുന്നപ്പ ദിവ്യ സമാധാനവും ദിവ്യ ആരോഗ്യവും നന്മയും കരുണയും നിറയട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, റിലീസ് ചെയ്യുന്നപ്പ ഈ ദിവസങ്ങളിൽ ഇങ്ങനൊരു വാക്ക് പറയാം, മനസമാധാനമില്ലെന്ന് പറഞ്ഞ സ്ഥലത്ത് സമാധാനത്തോടെ നിൽക്കാൻ വേണ്ടി പോവാ. ഇവിടുന്ന് ഇറങ്ങി ഓടണമെന്ന് പറയുന്നിടത്ത് ദൈവം നിർത്താൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മ ഇങ്ങനെ പ്രവചിക്കാൻ പറയുന്നു. എനിക്കൊരു മനസമാധാനം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഭവനത്തിൽ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഇങ്ങനെ ഒരു പറയുക, ഒരു ഡേറ്റ് ഓഫ് ബർത്ത്, ഒരു ഡേറ്റ് കർത്താവിനെ കാണിക്കുക. ഈ ഒരു ഡേറ്റിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ഡിസംബർ മാസം 14-ാം തീയതി ജനിച്ച ഒരു ഹസ്ബൻഡ് ഉള്ള ഒരു വ്യക്തിയെ കർത്താവ് തൊടുവാണ്. ദൈവത്തിൻ്റെ സമാധാനം എന്ന കുടുംബത്തിൻ്റെ മേൽ തൊടുവാന്ന് കർത്താവ് പറയുന്നു. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തെ ഞാൻ തുറന്നു പ്രാർത്ഥിക്കുന്നപ്പ ദിവ്യ സമാധാനം ഉണ്ടാകട്ടെ. ജീവനോടെ ഇരിക്കുന്ന ആളുടെ കാര്യം പറഞ്ഞു കേട്ടോ. കർത്താവ് അങ്ങ് തൊട്ട് കൃപയ്ക്ക് നന്ദി പറയുന്നു. സാക്ഷ്യം കൃപയ്ക്ക് നന്ദി പറയുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. ദൈവം അനുവദിച്ചാൽ ഞാൻ എപ്പോഴും പറഞ്ഞ ലോകരാജ്യങ്ങളിൽ കർത്താവിൻ്റെ സാക്ഷിയാകുന്നു. കർത്താവ് 2025 നമ്മുടെ യാത്രകളുടെ വർഷമാണ്. വലിയ പ്രവൃത്തികളെ കർത്താവ് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന വർഷമാണ്. ഈ ദിവസങ്ങളിൽ വചനം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വളർച്ചയുടെ സമയമാണിത്. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഈ സമയത്ത് സാക്ഷ്യങ്ങളോ ദൈവിക പ്രാർത്ഥനാ വിഷയമല്ല, സാക്ഷ്യങ്ങളോ ദൈവിക ആലോചനകളോ ഇടപെട്ടവരുണ്ടെങ്കിൽ പറയാനുള്ള സമയമാണ്. ഈ സമയം ഞാൻ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൽ വിതച്ചവരായിക്കോട്ടെ, ദശാംശങ്ങളായിക്കോട്ടെ, കർത്താവിൻ്റെ നാമത്തിൽ വിതച്ചവർ ബ്രദറിന് കൊടുത്തതല്ല, എപ്പോഴും ഓർത്തണം, ഞാൻ ഏതോ സംഘടനയ്ക്ക് കൊടുത്തതല്ല, ദൈവരാജ്യത്തിൽ വിതച്ചതാണ്. ഇതിൻ്റെ കണക്കും എല്ലാം സ്വർഗത്തിലുണ്ട്. ബൈബിൾ പറയുന്നത് പോലെ തന്നെ ദൈവരാജ്യം നിമിത്തമാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ, ജോലിയിലും ബിസിനസ്സിലും വർധനവിനാൽ ദൈവം നിങ്ങളെ നിറയ്ക്കും. എല്ലാ മേഖലയിലും സാക്ഷിയാകും. ഒന്നും തകർന്നു പോകത്തില്ല. വായ്പ മേടിക്കത്തില്ല. വാരി വിതറി കൊടുക്കും. നന്മയും കരുണയും നിങ്ങളുടെ ആയുഷ്കാലമൊക്കെ നിങ്ങളെ പിന്തുടരും. ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ പറഞ്ഞോണം, ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ വിതയ്ക്കുന്നത് ദൈവം എനിക്ക് വിത്ത് തന്നതുകൊണ്ടാണ്. ഞാൻ വളരും. ഒരു സ്ഥലത്തും ഞാൻ തകർന്നു പോകത്തില്ല. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പ എന്നോട് ഉള്ളത്തിൽ കർത്താവിൻ്റെ ഒരു വാക്ക് 2017 അവസാനം മിഡിൽ ഈസ്റ്റ് അറേബ്യൻ രാജ്യത്ത് നിന്നും
എക്സിറ്റ് അടിച്ച് വന്നൊരു വ്യക്തിയാണ്. അതിനുശേഷം പലവട്ടം നിങ്ങൾ ട്രൈ ചെയ്തു മിഡിൽ ഈസ്റ്റിലേക്ക് പിന്നെ പോകാൻ വേണ്ടി. പിന്നെ മൊത്തം ബ്ലോക്കാണ്, നടന്നിട്ടേ ഇല്ല. പക്ഷെ പോകേണ്ട ഒരു സാഹചര്യം തലമുറയുമായിട്ട് ബന്ധപ്പെട്ട് കുടുംബത്തിൽ നിന്ന് മാറിയേ പറ്റത്തുള്ളൂ. മീൻസ് ആ ഒരു നന്മയുമായിട്ട് പോയേ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുന്നു. ഇപ്പം തന്നെ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഓടിപ്പോയി ആ പാസ്പോർട്ട് എടുത്ത് വെക്കുക, അതിൻ്റെ മേൽ കൈവെക്കുക. 6 എന്ന് പറയുന്ന ഒരു അക്ഷരം അതിൻ്റെ അകത്തുണ്ട്. യേശുവിൻ്റെ നാമം, 6 എന്നുള്ള സംഖ്യയാണ്. അത് കൈവെക്കുക. യേശുവിൻ്റെ നാമത്തിൽ അതിലോട്ട് സീൽ വീഴാൻ വേണ്ടി പോകുന്നു. വീണ്ടും ദൈവത്താൽ ഒരു യാത്ര വീണ്ടും മിഡിൽ ഈസ്റ്റിലേക്ക് ദൈവം ഒരുക്കാൻ വേണ്ടി പോകുന്നു. ആ പാസ്പോർട്ട് എടുക്കുക, കൈവെക്കുക, ചെക്ക് ചെയ്യുക, നമ്പർ അനുഗ്രഹിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുത സാക്ഷ്യമായിട്ട് കർത്താവ് തീർക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ സമയത്ത് സാക്ഷ്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രാർത്ഥനാ വിഷയമല്ല, സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള അവസരമാണ്. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. പറഞ്ഞു. ഇപ്പൊ പറഞ്ഞില്ലായിരുന്നു ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞില്ലായിരുന്നു, ഡിസംബർ 14 തീയതി എന്ന് പറഞ്ഞ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞില്ലായിരുന്നു. അത് എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരുന്നു. യേശുവിന്റെ നാമത്തിലെടുത്ത് മനസ്സമാധാനം കൊണ്ട് ദൈവം നിറയ്ക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞു കേട്ടോ. കർത്താവ് അത് സാക്ഷിയാക്കാൻ വേണ്ടി പോവാ കുടുംബത്തിൽ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബെഡ്റൂമില് ഒരു കടുവയുടെ പടം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് എന്റെ മോളുടെ ബെഡ്റൂമാണ്. അവളുടെ ബെഡിൽ ഒരു വലിയൊരു ബൊമ്മ വെച്ചിട്ടുണ്ട്. പിന്നെ ആ മോന് ഇത്തിരി പ്രശ്നങ്ങളാണ്, അതിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആലോചന ഞാൻ ഏറ്റെടുക്കുന്നു. ഇന്ന് രാത്രി മുതൽ ദൈവപ്രവൃത്തി ആ കുടുംബത്തിന്റെ മേൽ നിറയെ ആമേൻ പറഞ്ഞ ആലോചന സ്വീകരിച്ചോ കേട്ടോ. ദൈവം അത് സാക്ഷിയാക്കാൻ വേണ്ടി പോവാ. ഗോഡ് ബ്ലസ് യു. എനിക്കൊരു അത്ഭുതം സാക്ഷ്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞു. എന്റെ കൂട്ടുകാരിക്ക് വേണ്ടി ഞാനൊരു സാക്ഷ്യം പറഞ്ഞിരുന്നു. ബ്രദർ ഒരു ദിവസം രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ ഞാൻ പറഞ്ഞു, എന്റെ ഫ്രണ്ട് ഇങ്ങനെ അവൾക്ക് ഒരു മാറ് മുറിച്ചു മാറ്റിയതാണ്, അടുത്തതിലും വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ടെസ്റ്റിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ റിസൾട്ട് നെഗറ്റീവ് ആവാൻ വേണ്ടി ഞാൻ അത് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു. ഇന്ന് ആ റിസൾട്ട് കിട്ടി. അപ്പൊ അന്ന് ബ്രദർ പറഞ്ഞു അത് അത്ഭുതം പ്രവർത്തിച്ചു മാത്രം മതിയെന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് പറഞ്ഞത് ആ ടെസ്റ്റില് മരുന്ന് കൊണ്ട് മാറാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ, വേറെ ഒരു കുഴപ്പമില്ലാന്ന് ഇന്ന് റിസൾട്ട് വന്നു. വലിയൊരു സാക്ഷിയായിട്ട്, വളരെ പേടിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു. അവൾക്ക് മറ്റേ മാറും, ഇനി അത് പോവുമോ എന്നുള്ള ഭയത്തിലിരിക്കുകയായിരുന്നു. വലിയ സാക്ഷിയായിട്ട് പറയാണ് ബ്രദറെ. ആമേൻ. ആ സഹോദരിക്ക് വേണ്ടി സിസ്റ്ററെ പിന്നെയും ബലപ്പെടുത്തിക്കോണം. ഇപ്പൊ നമ്മുടെ ഡോക്ടർ പറഞ്ഞു ഇപ്പൊ സർജറി വേണ്ട, അത് റിമൂവ് ചെയ്യേണ്ട, മരുന്ന് പറഞ്ഞു. പക്ഷെ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറ, കർത്താവെ മരുന്നും ഇല്ലാതെ ആ നഷ്ടപ്പെട്ട എനിക്ക് മടങ്ങി വരും. ബുദ്ധിക്ക് അപ്പുറമാണ്. പക്ഷേ കർത്താവ് വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായെങ്കിൽ, മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുന്ന ദൈവത്തിന് എന്തൊക്കെ നഷ്ടപ്പെട്ടോ ഇന്ന് നമുക്ക് മടക്കി തരുന്ന ദൈവമാണ്. ഇല്ലാത്തതിനെ ഉളവാക്കാൻ കഴിയും. അവനെ പറഞ്ഞ് പഠിപ്പിച്ചോണ സഹോദരൻ. ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞു അത് സൃഷ്ടിക്കപ്പെടും. അങ്ങനെ നടന്നിട്ടുണ്ട് ചരിത്രത്തിൽ, ആത്മീയ മണ്ഡലത്തിൽ നടന്നിട്ടുണ്ട്. അത് ഇനിയും ആവർത്തിക്കും, ഇനിയും നടക്കും കേട്ടോ. കർത്താവ് അങ്ങനെ ഇനിയും ബലപ്പെടുത്തുക. ഇനിയും ഇതേപോലെ ആ സഹോദരി ഇനിയും ബലപ്പെടുത്തണം, അവരെ ബലപ്പെടുത്തണം കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് ഇനിയും നടക്കട്ടെ. ആമേൻ. യേശുവിന്റെ നാമത്തിൽ. ഇന്നലെ എനിക്കൊരു ആലോചന കിട്ടിയായിരുന്നു പാസ്റ്റർ. ഇന്നലെ സെപ്റ്റംബർ 18 ജനിച്ച ഒരു വ്യക്തി ഉള്ള വീട്ടിലെ സൂമിൽ കേറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇന്നലെ പറയാനായിട്ട് ഞാൻ നോട്ട് മാറ്റാൻ നോക്കിയിട്ട് എനിക്ക് സാധിച്ചില്ല. സെപ്റ്റംബർ 18 ജനിച്ച ഒരു വ്യക്തി, എന്റെ മോളാണ്. സെപ്റ്റംബർ 18 അത് ഏറ്റെടുത്തോണം. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് എന്തൊക്കെയാണോ ആലോചന വെളിപ്പെട്ടത് അതെല്ലാം സ്വീകരിച്ചോണം. ദൈവം അത് നിവർത്തിച്ച് നിങ്ങളുടെ മുമ്പിൽ കാണിക്കും കേട്ടോ. പാസ്റ്റർ പറഞ്ഞ ഒരു പാമ്പിനെ കാണുന്നുണ്ടെന്ന്, അത് യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്തോണം. ഞാൻ അതിന്റെ അകത്തുള്ള ആലോചനയുടെ നന്മ കാണുമെന്ന് എന്നെ വിളിച്ചു പറഞ്ഞോണം കേട്ടോ. തലമുറകളുടെ മേലെ അത് നിവൃത്തിയായി കാണും. ധൈര്യമായിട്ടിരിക്കുക കേട്ടോ. ഗോഡ് ബ്ലസ് യു. പറഞ്ഞു. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഒരു 10 ദിവസം ഉണ്ടാവും, നമ്മള് രാജി പറഞ്ഞ ഒരു വ്യക്തി, പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാക്ഷ്യം. ഒരു ഹോസ്പിറ്റലിൽ തിരിച്ച് പറഞ്ഞു ആന്റിബയോട്ടിക് എന്നൊക്കെ പറഞ്ഞു, ശ്വാസം മുട്ടൽ കൂടുതലായിട്ട്.
TTC രക്തം കൂടുതലായിട്ട്. പിന്നെ എല്ലാം മാറിയപ്പോ ഡോക്ടറെ പ്രത്യേകം പറഞ്ഞു ഇനിയിപ്പോ നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, ഇതെല്ലാം കൂടുതലാണ്. അപ്പൊ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇതൊക്കെ മരുന്ന് കഴിച്ചു കഴിഞ്ഞിട്ട് ഈ മരുന്നൊക്കെ കണ്ടിന്യൂ ആയി കഴിക്കണം. കഴിച്ചതിന് ശേഷം നമുക്ക് ആലോചിക്കാന്ന് പറഞ്ഞു ഡോക്ടർ. ഈ വ്യക്തി വീട്ടിൽ പോയി 2 മരുമക്കന്മാരാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അവര് പറഞ്ഞത് ഇവര് അംഗീകരിച്ചില്ല. ഫുഡൊന്നും കഴിക്കില്ല, അതേപോലെ ടോയ്ലറ്റിൽ പോകാനൊക്കെ ഒരു സിറപ്പാണ് കഴിക്കണം പറഞ്ഞു 3 നേരം. അതും അവര് കഴിച്ചില്ല, ഒന്നും അംഗീകരിച്ചില്ല. ടോയ്ലറ്റ് പോകുമ്പോൾ ഭയങ്കരമായിട്ട് ബലം പ്രയോഗിച്ച് പോയതുകൊണ്ട് അവർക്ക്. പക്ഷെ ഫുഡൊന്നും അങ്ങനെ ഇല്ല, ഫുഡ് കഴിക്കുന്നില്ല, ലൈറ്റായിട്ട് ലിക്വിഡ് മാത്രം. അതുകൊണ്ട് കൂടുതലായി, ശ്വാസമുട്ട് കൂടുതലായി. പിറ്റേ ദിവസം തന്നെ 3-ാമത്തെ ദിവസം തന്നെ ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റ് ആയി. എന്ത് പറ്റി, നിങ്ങൾ വീട് അടുത്തുള്ള എന്തുകൊണ്ട് സംഭവിച്ചു വെച്ചിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഒരു മരുന്നൊന്നും കഴിക്കില്ല, ഫുഡും കഴിക്കില്ല. നിങ്ങളോടെല്ലാം ഞാൻ പറഞ്ഞു അംഗീകരിക്കാണ്ട് പോയത്. അങ്ങനെ കേട്ടിട്ട് ഒരുപാട് സീരിയസ് ആയി. ഇന്നലെ രാവിലെ എന്നെ വിളിച്ചു പറഞ്ഞു അതുപോലെ തന്നെ അത് അനിയത്ര മരുമകളാണ്, അവര് വലിയമ്മയാണ്, ഒരുപാട് സീരിയസ് ആണ്, മരുന്നൊന്നും പ്രതികരിക്കുന്നില്ല, നന്നായി പ്രാർത്ഥിക്കണം വലിയമ്മ പറഞ്ഞു. പ്രാർത്ഥിക്കും, ടെൻഷനാവണ്ട പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഹാപ്പിയാണ്, ഒരു പ്രശ്നവും ഉണ്ടാവില്ല, ഒരു പ്രവർത്തിക്കും, ടെൻഷൻ ആവണ്ട പറഞ്ഞു. വലിയമ്മയ്ക്ക് നല്ല വിശ്വാസം, എനിക്ക് വിശ്വാസം കൊണ്ടാണ് പറഞ്ഞിട്ട് ഞാൻ സിസ്റ്ററിനെ വിളിച്ചു. പിന്നെ അജി വിളിച്ചപ്പോ അജിക്കവിടെ തിരക്കായിരുന്നു. സിസ്റ്ററും പറഞ്ഞിട്ടില്ല, അതിനും പറഞ്ഞു ഞാനും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അത് ഡോക്ടർ പറഞ്ഞു 2 മണിക്കൂറിനുള്ളിൽ ഞാൻ വരുമ്പോ വന്നു. എല്ലാം സ്പീഡായി. എന്താ ഹാർട്ടിന്റെ ഉള്ളിൽ, ഹൃദയത്തിന്റെ ഉള്ളിൽ വെള്ളം നിറഞ്ഞു. ആ വെള്ളം പോകാൻ വേണ്ടി ട്യൂബ് വെച്ചിരിക്കുകയാണ്. യൂറിൻ ഇൻഫെക്ഷൻ, ബ്ലഡ് പോയി പറഞ്ഞ അതും കൂടുതലായി. ട്യൂബൊക്കെ എടുത്തു, അതും പഴുപ്പ് വന്നു. അങ്ങനെ ഈ വിഷയമൊക്കെ പറഞ്ഞു. മിനിറ്റ് എല്ലാവരെയും അറിയിച്ചോളാൻ പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു പ്രത്യേകം നല്ലപോലെ പ്രാർത്ഥിച്ചോളൂ, ഈ പ്രാർത്ഥനയിലൂടെ മാത്രമേ അവരുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുള്ളൂ പറഞ്ഞു. അവരെല്ലാവരും കൂട്ടക്കരച്ചിലായിരുന്നു ഹോസ്പിറ്റലിൽ മുഴുവൻ. ഞാൻ നല്ല ഹാപ്പി ആയിരുന്നു. ഞാൻ പറഞ്ഞു എനിക്കും ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് അവിടെ നടത്തിത്തരും എല്ലാ കാര്യത്തിലും, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടോന്നും പറഞ്ഞു ബ്രദർ. അത് കഴിച്ചിട്ട് 12 മണിയാകുമ്പോഴേക്കും ഡോക്ടർ വന്ന് നോക്കുമ്പോൾ 5 നിമിഷം നേരം കൊണ്ട് പൾസൊക്കെ നോർമലായി. എല്ലാം അവിടെ ആ വാൾവിന്റെ ആ വെള്ളം വരുന്നത് എല്ലാവർക്കും നല്ലൊരു മാറ്റം വന്നു. മരുന്നൊക്കെ വെക്കാൻ എല്ലാ കാര്യത്തിലും അവിടെ വലിയൊരു അനുഗ്രഹമാണ് അവിടെ ദൈവം നടത്തിക്കൊണ്ടുപോകുന്നത്. പിന്നെ ഇവരുടെ രോഗം ഇവരുടെ അടുത്ത് പറയണം പറഞ്ഞു. ആ രോഗം പറഞ്ഞിട്ട് കാറ്റഗറിയിൽ മാറ്റി ICU കൊണ്ടുവന്നു. അപ്പൊ മകൻ പറഞ്ഞു എന്തായാലും അമ്മയുടെ രോഗം ഞാൻ അമ്മ അടുത്ത് പറഞ്ഞിരിക്കും ഡോക്ടറെ പറഞ്ഞു. അമ്മ അറിഞ്ഞിരിക്കണം, അമ്മ ഒന്നുകൊണ്ടും പ്രതികരിക്കുന്നില്ല, മരുന്നും വേണ്ട ഫുഡും വേണ്ട പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എത്ര വേണം പണം ചെലവാക്കാം, അമ്മ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം എന്നും പറഞ്ഞു. ഇതിനൊന്നും ഒന്നുകൊണ്ടും പറ്റിക്കില്ല അവർക്ക്. ഇവര് വിഷയം അവർക്ക് പറയാൻ അനുവദിച്ചു കൊടുത്തു. ഇത് നിങ്ങളുടെ രോഗം നിങ്ങൾ എന്നെ പറഞ്ഞു കൊടുത്തോളും പറഞ്ഞു ഡോക്ടർ. ഇതിന് മക്കളെന്നെ പറഞ്ഞു കൊടുത്തു. അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ, നിങ്ങൾ ഫുഡ് കഴിക്കണം, മരുന്ന് കഴിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളെന്ന് പറഞ്ഞു. അത് ശേഷം ആ ICU തന്നെ വേഗം റൂമിലേക്ക് മാറ്റി. ഇവരുടെ വലിയൊരു അത്ഭുതമാണ് അവിടെ നടന്നത്. ഫുഡ് കഴിച്ചു. തീർച്ചയായിട്ടും ദർശ പറഞ്ഞ പോലെ തന്നെ കർത്താവ് എത്രയും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണ്, രോഗാവസ്ഥയിൽ കടന്നുപോയ വ്യക്തിയാണ്. അത് പ്രാർത്ഥിക്കുവാൻ കർത്താവ് ഇന്ന് കൃപ കൊടുത്തു. ഇന്ന് ആ സൗഖ്യം കാണുവാൻ, ദൈവം വിടുതൽ കാണുവാൻ കർത്താവ് ഇട കൊടുത്തു. ഇനി അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇനിയും കർത്താവ് സാക്ഷ്യങ്ങളാൽ നിറയ്ക്കും, വലിയ പ്രവർത്തികളാൽ കർത്താവ് നിറയ്ക്കും. നമ്മുടെ സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സാക്ഷ്യങ്ങൾ കഴിവതും ചുരുക്കമായിട്ട് എല്ലാവരും പറയാൻ ശ്രമിക്കുക. മറ്റൊരാൾക്ക് നമ്മൾ അവസരം പറഞ്ഞ പോലെ തന്നെ അനേകർക്ക് വേണ്ടി ഇനിയും പ്രാർത്ഥിക്കുക. വലിയ കൃപകളാൽ കർത്താവ് നിറയ്ക്കും. അനേക രോഗസൗഖ്യത്തിന് വേണ്ടി ദൈവം നിങ്ങളെ ഉപയോഗിക്കും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. കർത്താവ് ഇനിയും അനുഗ്രഹിക്കട്ടെ. ഇനിയും കർത്താവ് ശക്തമായിട്ട് ഉപയോഗിക്കും. ആമേൻ. എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ടായിരുന്നു ബ്രദറെ. ഇന്ന് രാവിലെ ഞാൻ ബസ്സിൽ പോണ സമയത്ത് പെട്ടെന്ന് ഹലോ എനിക്ക് സംസാരിക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പൊ കാണുന്ന ഇത്. വെറുതെ ഞാനത് യൂട്യൂബ് ഒന്ന് തുറന്നപ്പോ ഇത് കണ്ടതാ, അത് ഞാൻ കേറിയതാ ഇപ്പൊ. പാസ്റ്ററെ ഞാൻ ഗോവയില, എന്റെ പേര് ഡെയ്സി എന്നാ. ഞാനൊരു സീനിയർ സിറ്റിസണാ. ഞാൻ ഒത്തിരി നാളായിട്ട് പ്രാർത്ഥിക്കുന്നു, ഒരു വീടിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ വീട് കഴിഞ്ഞ മാസം ഒരു വീട് ഞങ്ങൾ വാങ്ങാൻ വേണ്ടി എല്ലാം ശരിയായി. ഒടുവിൽ ആ മനുഷ്യൻ ഞങ്ങളോട് ആധാർ കാർഡും ചോദിച്ചു, അവരുടെ ഡോക്യുമെന്റ് ഉണ്ടാക്കാൻ വേണ്ടി. അത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പോൾ പറയുക അത് തരാനൊക്കത്തില്ല, ഞാൻ നേരത്തെ വേറെ ഒരാൾക്ക് പ്രോമിസ് ചെയ്തതാ എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒത്തിരി അങ്ങ് വിഷമിച്ചത് കേട്ടപ്പോ ഞങ്ങളെല്ലാം മനസ്സുകൊണ്ട് ഞങ്ങൾ ആഗ്രഹിച്ചു ആ വീട്ടിൽ പോയി താമസിക്കാൻ വേണ്ടി. അങ്ങനെയായി. അത് കഴിഞ്ഞ് പിന്നെ അയാൾ അനങ്ങുന്നില്ല.
അയാളെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ കാണുന്നുണ്ട്, റോഡിലൊക്കെ കാണുന്നുണ്ട്, അയാളൊന്നും മിണ്ടുന്നില്ല. പിന്നെ ഞങ്ങൾ വേറെ വീടുകളൊക്കെ തപ്പിയിട്ട് ഒന്നും ശരിയാകുന്നില്ല പാസ്റ്ററെ. ഈ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദൈവദാസി ദർശനത്തിൽ കണ്ടതാ ഈ വീട് ഞങ്ങൾക്കുള്ളതാണെന്നുള്ളത്. എന്നും പറഞ്ഞാ ഞങ്ങൾ അവിടെ പോയത് തന്നെ. പുള്ളിക്കാരി പറഞ്ഞതാണ് ഒരു ബിൽഡിംഗ് അതിന്റെ പുറകുവശത്ത് ഒരു ചെറിയ ഒരു ഗാർഡൻ പോലുണ്ട്, അതിനകത്ത് പ്രായമുള്ളവർക്കൊക്കെ ഇരിക്കാൻ 2-3 ബെഞ്ചും കുറച്ച് കസേരയൊക്കെ കിടപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞതാണ്. സിസ്റ്ററെ പ്രയർ റിക്വസ്റ്റ് ആണോ സിസ്റ്ററെ? അതെ, പ്രയർ റിക്വസ്റ്റാ പാസ്റ്റർ. ആ ഞാൻ നമുക്ക് ആദ്യമായിട്ട് വരുന്നു പാസ്റ്റർ, എനിക്ക് ഓക്കെ വേണ്ടി സിസ്റ്റർ, ഒന്ന് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുക സിസ്റ്റർ. ഒരു കാര്യം സിസ്റ്റർ, ഈ പ്രയർ റിക്വസ്റ്റ് ഈ കാണുന്ന പ്രയർ ലൈൻ നമ്പറുകളിലേക്ക് റിക്വസ്റ്റുകൾ അയക്കണം. എന്നു വെച്ചാൽ നമ്മളിപ്പം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഇപ്പം വ്യക്തിപരമായിട്ട് നമ്മൾ ലൈവിൽ പ്രാർത്ഥിക്കുന്നില്ല. കാരണം വെച്ചാൽ എല്ലാവർക്കും വേണ്ടി ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങൾ പ്രയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ ഈ കാണുന്ന ഈ മൂന്ന് നമ്പറിലോ താഴെ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പറിലോ നിങ്ങൾക്ക് പ്രയർ റിക്വസ്റ്റുകൾ അയക്കാം. അതിന് പറയുന്നതായിരിക്കും കേട്ടോ. നമ്മളിപ്പം സാക്ഷ്യത്തിൻ്റെ സമയമായതുകൊണ്ടാണ് വെച്ചാൽ ഒരാൾ പറയാൻ നോക്കി എല്ലാവർക്കും നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പം സമയത്തിൻ്റെ പരിമിതികളുണ്ട്, അറിയാലോ, പല സമയത്തുള്ള ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ പ്രയർ റിക്വസ്റ്റുകൾ അയക്കുക. ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ആ വിഷയം അത്ഭുതമായി തീരും, വലിയ സാക്ഷ്യമായിട്ട് തന്നെ കർത്താവ് അത് മാറ്റും കേട്ടോ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സിസ്റ്ററെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് ഞാൻ എല്ലാവരും പറഞ്ഞു, നിങ്ങൾ കഴിവതും എനിക്കറിയാം നിങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് സാക്ഷി. ഞാനത് പറഞ്ഞല്ലോ, നിങ്ങളുടെ സാക്ഷ്യം കേൾക്കുന്നത് എനിക്ക് വലിയ സന്തോഷമാണ്. അപ്പോൾ നിങ്ങൾ ചുരുക്കി പറയാൻ പറഞ്ഞേക്കുന്നത്, നമുക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് നിങ്ങൾക്ക് നാളെ ഡ്യൂട്ടിക്ക് പോകേണ്ടവരുണ്ട്, ജോലിക്ക് പോകേണ്ടവരുണ്ട്, ജോലി സ്ഥലത്ത് നിന്ന് കേൾക്കുന്നവരുണ്ട്, എല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് നേരി കാണുമ്പം നിങ്ങൾക്ക് ഇഷ്ടം പോലെ പറയാൻ അവസരമുണ്ട്. അതുകൊണ്ട് കഴിവതും നിങ്ങളുടെ സാക്ഷ്യങ്ങളൊക്കെ ചുരുക്കി പറയുവാൻ ഞാൻ ദയവായി ഓർപ്പിക്കുന്നു. ആരോടും ഇതുണ്ടായിട്ടല്ല. കാര്യം എനിക്കറിയാം നിങ്ങൾക്ക് ദൈവം ചെയ്ത കാര്യങ്ങൾ വർണ്ണിച്ചാലും തീരത്തില്ല. നമ്മൾ വളരെ സന്തോഷത്തിലാണ്, ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളാണ്. എങ്കിലും നമ്മുടെ സമയം നമ്മുടെ കയ്യിലല്ലാത്തത് കൊണ്ട്, നമ്മൾ സമയത്തിൻ്റെ അകത്തിരിക്കുന്നത് കൊണ്ട് കർത്താവ് സഹായിക്കട്ടെ. ഇനി സാക്ഷിയുള്ളവരുണ്ടെങ്കിൽ വേഗത്തിൽ ചുരുക്കം വാക്കുകളിൽ ഒന്ന് വേഗത്തിൽ പറഞ്ഞാട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞാട്ടെ. ബ്രദറെ, എനിക്ക് ഒരു വിഷയം പറയാനുണ്ട്. സിസ്റ്ററെ, പ്രാർത്ഥന അല്ല, പ്രാർത്ഥന വിഷയമല്ല, സാക്ഷിയാ. പറഞ്ഞു സിസ്റ്റർ. അത് ഞാൻ ബ്രദർ കഴിഞ്ഞ 2-3 ദിവസത്തിന് മുമ്പ് ഫിലിപ്പിനെ തുടർന്നെന്ന് ദൈവം ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പോസ്റ്റും ഒരു വലിയ റബ്ബറും കൂടെ അപ്പുറത്തെ പുരയിടത്തിൽ നിന്ന് മറിഞ്ഞു വീണ് എന്നെ മതിലിലോട്ട് വന്നിട്ട് അത് രണ്ടും ഇരുന്നതിന് ശേഷം ബാക്കി വന്ന് എൻ്റെ വീട്ടിലോട്ടാണ് അത് അടിച്ചത്. പക്ഷെ ഒന്നും ദൈവം ദോഷമായിട്ടൊന്നും ചെയ്തില്ല, മതിലിന് കേടുപാടൊന്നും പറ്റിയില്ല. വലിയ വെയിറ്റ് ആയിരുന്നു, എങ്കിലും അവിടെ കിടന്ന അത് ആ വഴി പോകാനൊന്നും ഒക്കത്തില്ലായിരുന്നു. പിന്നെ എന്തായാലും എല്ലാം ദൈവം അത്ഭുതമായിട്ട് പ്രവർത്തിച്ചു. എന്റെ 2-3 ഓട് മാത്രം ഷേഡയില് പൊട്ടിയതേ ഉള്ളൂ. കർത്താവ് വളരെ അത്ഭുതം പ്രവർത്തിച്ചു. ഏത് പേരാ അത് കർത്താവ് വെളിപ്പെടുത്തിയത്? ഫിലിപ്പ് എന്നായിരുന്നു വെളിപ്പെടുത്തിയത്. ആരായിരുന്നത് ഫിലിപ്പ് എന്നുള്ളത്? എന്റെ ഭർത്താവിന്റെ ജ്യേഷ്ഠനാ. പക്ഷെ അവര് 2 ദിവസം കറണ്ട് ഇല്ലാതെ പെരയ്ക്കകത്ത് ഇരിക്കേണ്ട വന്നു അവര്. പക്ഷെ എനിക്ക് കറണ്ട് വേറൊരു പോസ്റ്റ് നിന്ന് തരികയും ചെയ്തു. അത് കർത്താവ് നേരത്തെ ഇടപെട്ടായിരുന്നു, വലിയൊരു അനർത്ഥം മാറിപ്പോകുന്നല്ലേ? അന്ന് ബ്രദർ പറഞ്ഞായിരുന്നു പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞു. പക്ഷെ ഈ ഒരു വിഷയമാണ്. ഇത് വലിയൊരു സാക്ഷ്യമാണ്. നിങ്ങളോട് എപ്പോഴും ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ഓരോ പ്രവചനാലോചന കേൾക്കുമ്പോൾ അതിൻ്റെ അകത്ത് ദൈവത്തിന് വലിയ കരുതലുകളാണ് വെളിപ്പെടുന്നത്. പറഞ്ഞ പോലെ തന്നെ ദൈവം പേര് ദൈവാത്മാ വെളിപ്പെടുത്തിട്ട് പറഞ്ഞ വ്യക്തിക്ക് വേണ്ടി എടുത്തു പറഞ്ഞല്ലേ, പ്രാർത്ഥിക്കണേന്നല്ലേ എന്ന് അത് ഞങ്ങളുടെ മതിലെ തട്ടിയത് കൊണ്ട് മതിലെ തട്ടി ഭയങ്കര വെയിറ്റ് ആയിട്ടിരുന്നു. പക്ഷെ എന്റെ മതിലൊന്നും പൊട്ടിയില്ല, ഒരു ദോഷവും വരുത്തില്ല. അതിന്റെ എലമ്പലെല്ലാം കൂടെ എന്റെ വീട്ടിന്റെ 2ാം നിലയിൽ അടിച്ചത്. പക്ഷെ കുഞ്ഞും ഞാനും ഭയങ്കര പോയി. പക്ഷെ എന്റെ ഒരു ഗ്ലാസ് ആവട്ടെ, ജനലിന്റെ ഗ്ലാസ് ആവട്ടെ, ഞങ്ങൾ ഫ്രണ്ടിലും ഗ്ലാസ്സാ ഇട്ടേക്കുന്നത്, ഒന്നിലും ടച്ച് ചെയ്തില്ല. ഇപ്പൊ സിസ്റ്റർ, മുന്നമേ ദൈവം അത് വെളിപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് അത് പ്രാർത്ഥിക്കാൻ പറ്റി. അല്ലെങ്കിൽ എന്ത് സംഭവിച്ചാനെ ആ വ്യക്തി നമ്മുടെ മുമ്പിൽ ദുഃഖവാർത്തയായിട്ട് പോകാൻ. ഇതാണ് കർത്താവ് പല കാര്യങ്ങളെ നമുക്ക് മുന്നോട്ട് വെളിപ്പെടുത്തുന്നത്. പ്രിയ സഹോദരൻ ഏറ്റെടുത്തു, ദൈവാത്മാവ് പറഞ്ഞ ആ വ്യക്തിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് വെളിപ്പെടുത്തി. ആ സഹോദരൻ ഏറ്റെടുത്തു. വലിയൊരു അനർത്ഥം വന്നെങ്കിലും ഇന്ന് 2 ദിവസം കറണ്ട് ഇല്ലാതിരിക്കേണ്ടി വന്നതേ ഉള്ളൂ. പക്ഷേ ആർക്കും ഒരു ആപത്തോ അനർത്ഥം വന്നില്ലല്ലേ സിസ്റ്ററെ? ഈ പറഞ്ഞ എനിക്ക് മാത്രമേ ബ്രദറെ, എനിക്ക് മാത്രം ഒരു 4 ഓടും പൊട്ടി,
മേലത്തെ ഒരു ഇച്ചിരി ഷീറ്റും അതും നമുക്ക് സാരമില്ല ബ്രദറെ, അതൊന്നും സാരമില്ല. മനുഷ്യർക്കാർക്കൊന്നും പറ്റിയില്ലല്ലോ. അതാണ് സിസ്റ്റർ, അതാണ് കർത്താവ് വെളിപ്പെടുത്തിയത്. നമ്മുടെ ആയുസ്സിന്, അതാണ് ആ വ്യക്തിക്ക് പ്രത്യേകിച്ച് ആ വ്യക്തിയെ ടാർഗറ്റ് ചെയ്താണ് അത് വന്നത്. പക്ഷെ ദൈവം അത് സൂക്ഷിച്ചു. അതാണ് പ്രാർത്ഥനയുടെ ശക്തി. നിങ്ങളൊരു ആലോചന അതുമല്ല കേട്ട് ബ്രദറെ, ഏറ്റെടുത്ത് ബ്രദറെ, എന്നെ ശത്രുവായിട്ട് എന്റെ കുടുംബത്തെ അവര് കണ്ടുകൊണ്ടിരുന്നതാ. കഴിഞ്ഞ ആഴ്ചയിൽ അവര് പോയി വെറുതെ ഒരു കേസ് കൊടുത്ത് അവിടെ വിളിച്ചപ്പോ അത് സത്യമല്ലെന്നറിഞ്ഞ് അച്ചാനെ ഒന്നും പറഞ്ഞില്ല പോലീസ്. അത് കഴിഞ്ഞപ്പോ ഇപ്പം ഇത് വന്നപ്പോഴും എന്റെ മതിലാണ് ഇവരെ സംരക്ഷിച്ചത്. എന്തായാലും നമ്മുടെ മതിലല്ല സിസ്റ്ററെ, നമ്മുടെ പ്രാർത്ഥന തീർച്ചയായിട്ടും അത് നിന്നതുകൊണ്ട് തടഞ്ഞു. പക്ഷെ ആ പ്രാർത്ഥന അവർക്കൊരു അനുഗ്രഹമായി തീർന്നു. അവരോട് ഇനി അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചോണം. അവർ നമ്മുടെ കൂടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മേഖലയും കൂടി ഉണ്ട്. ദൈവം അത് ചെയ്യും കേട്ടോ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പിന്നെയും ഞാൻ പറഞ്ഞു, നിങ്ങൾ ഓരോ പ്രാർത്ഥന കൂടുന്നവരും ആലോചന കേൾക്കുന്നവരും ഒക്കെ ദൈവസന്നിധിയിൽ ബലപ്പെട്ടോണം. പരിശുദ്ധാത്മാവ് നിങ്ങളെല്ലാവരെയും കാണുന്നുണ്ട്. വലിയ നന്മകളാൽ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കാൻ ഇടയായി തീരും കേട്ടോ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ, ഇത് സാക്ഷ്യത്തിന്റെ സമയമായതുകൊണ്ടാണ്, സാക്ഷ്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോട്ടെ. എനിക്ക് സാക്ഷ്യമുണ്ട്. ഞാൻ പറഞ്ഞോ. യൂറിൻ ഇൻഫെക്ഷനായിട്ട് പ്രയാസപ്പെടുമായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദൈവം എനിക്ക് അതിന് സൗഖ്യം തന്നു. ആമേൻ. കർത്താവെ, അങ്ങ് കൊടുത്ത സൗഖ്യത്തിന് നന്ദി. പ്രിയമകളെ വിടുവിച്ചതിന് നന്ദി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് ഇനിയും നടത്തട്ടെ, ഇനിയും അനുഗ്രഹിക്കട്ടെ സിസ്റ്റർ. മറ്റാരെങ്കിലും ഞാനൊരു പറഞ്ഞു. കാര്യം പറയാം. ഞാൻ പറയട്ടെ. പിന്നെ ഞാനും എന്റെ മോളും അവളെ കുട്ടീനെ ഇട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു അന്ന് ബ്രദർ വരുമ്പോ എറണാകുളത്ത്. ഹലോ, കേൾക്കുന്നുണ്ട് സിസ്റ്റർ, കേൾക്കുന്നുണ്ട്. അപ്പൊ ബ്രദർ മോളുടെ നാവിന് വേണ്ടി തൊട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ അവളുടെ ബർത്ത്ഡേ ആയിരുന്നു. ഇന്നലെ ഞാൻ രാവിലെ വിളിച്ചപ്പോ അവൾ എന്നോട് പറയാണ്, അമ്മമ്മയും ഞാനും അന്ന് പോയ യേശുപ്പച്ചൻ എന്റെ തലയിൽ കൈവച്ചത് ഞാൻ സ്വപ്നം കാണാണ്, എന്താ മുഴുവൻ കാണാൻ സമ്മതിക്കാത്തത് മോളിനോട് പറയാ. കർത്താവ് ഇന്ന് ഇനിയും അതിനെ സഹായിക്കുക. അവളെ കൂടുതൽ സംസാരിക്കുന്ന മോളായിട്ട് കർത്താവ് അത് മാറ്റി സിസ്റ്ററെ. കർത്താവ് അതിൽ വലിയൊരു സാക്ഷിയാക്കി ദൈവം മറ്റേ മോളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചോണം. കർത്താവ് അത് വലിയ പ്രവർത്തിക്കായിട്ട് വേർതിരിക്കുക കേട്ടോ. ഗോഡ് ബ്ലസ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? മറ്റാരുമില്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ ഇന്ന് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. നിങ്ങൾ ആദ്യമായിട്ട് പ്രാർത്ഥന കയറുന്നവരാണെങ്കിൽ സൂമിലോ ലൈവിലോ യൂട്യൂബിലോ ഒക്കെ ആയിക്കോട്ടെ, തുടർമാനമായിട്ട് പ്രാർത്ഥന നടക്കുന്നു. കർത്താവിന്റെ വചനം നമുക്ക് കേൾക്കാം. വചനം കേൾക്കുക മാത്രമല്ല, ദൈവപ്രവർത്തികളെ അനുഭവിക്കാം. കർത്താവിന്റെ നാമത്തിൽ നമുക്ക് സാക്ഷിയാകാം, ക്രിസ്തുവിൽ വളരാം. ദൈവിക ആലോചനയാൽ നിങ്ങളുടെ ജീവിതത്തെ ദൈവം വഴിത്തിരിവിലേക്ക് കൊണ്ടുപോകും. ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാൻ മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലം